गौरवत्त जय श्री चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरवत्त वृंदा जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरवत्त वृंदा उग्रं वीरं महाविष्णुं जलंदं सर्वतोमुखं नरसिंहं विष्णुं भद्रं मृत्युं नमाम्यहं जय नरसिंह श्री नरसिंह जय नरसिंह जय प्रह्लादेश जय पद्ममुख मुख पद्मभृंग भक्तिनाश नरसिंह भगवान की जय बतप्लान महाराज की जय गुरुदेव महाराज की जय शिला प्रभुपाद की जय ഗൗര പ്രമാനന്ദേ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ പൊന്നമ്മ മാതാജി, ഹരേ കൃഷ്ണ ഗീതാ മാതാജി, ഹരേ കൃഷ്ണ ശിവി മാതാജി, ഹരേ കൃഷ്ണ മാധവി രാധാ മാതാജി, ഹരേ കൃഷ്ണ വിദ്യാ മാതാജി, ഹരേ കൃഷ്ണ ഭാരതി മാതാജി, ഹരേ കൃഷ്ണ സവിതാ മാതാജി, ഹരേ കൃഷ്ണ हरे कृष्णा ധനപ്രിയ प्रभु। മാതാജി, ഹരേ കൃഷ്ണ രാധിക മാതാജി, ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ ശോഭന മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിദ്യാ മാതാജിയെ രണ്ടു മൂന്ന് ആഴ്ചയായിട്ട് കാണുന്നില്ലായിരുന്നല്ലോ. ഇടയ്ക്ക് ആദ്യത്തെ ഒരു ക്ലാസ്സിലെങ്ങാണ്ട് കയറിയായിരുന്നു, പിന്നീട് കണ്ടിട്ടില്ല. രണ്ടു മൂന്നാഴ്ച ഒരു തിരക്കായിരുന്നു. എന്തോ? രണ്ടു മൂന്നാഴ്ച ഒരു നമുക്ക് സംഘടനയുണ്ട്, അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ ആയിരുന്നു. ഹരേ കൃഷ്ണ. വെള്ളിയാഴ്ച ആയതുകൊണ്ടേ. അതെയല്ലേ. ഹരേ കൃഷ്ണ. അതുപോലെ സവിതാ മാതാജി ശിവരാത്രിയുടെ പ്രോഗ്രാമിന് കണ്ടില്ലല്ലോ. പ്രഭുജി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല തലവേദന വന്നായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് കയറാൻ പറ്റിയില്ലായിരുന്നു. അതെ. എന്റെ യൂട്യൂബ് കണ്ടായിരുന്നോ? ഞാൻ നോക്കുന്നുണ്ട്, മുഴുവൻ കണ്ടില്ല, കുറച്ചായിട്ട്. നമ്മളിപ്രാവശ്യം പ്രേമവൃന്ദാവനത്തിൽ ആദ്യമായിട്ട് ശിവരാത്രി ആഘോഷിച്ചു. അത് വളരെ ഗംഭീരമായിട്ട് നടന്നു. അതുപോലെ ഗീതാ മാതാജി വളരെ ഗംഭീരമായിട്ടൊരു ശിവരാത്രിയൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ മാതാജി? നല്ല എക്സ്പീരിയൻസാ. അതെയല്ലേ. കുറച്ച് ചെയ്തെന്ന് നമുക്ക് മനസ്സിലെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അതെയല്ലേ. അപ്പൊ അങ്ങനെ മാതാജി ഒരു ശിവരാത്രി പ്രോഗ്രാം ഒക്കെ കൂടി മാതാജിക്ക് ഒരു അവസരം കിട്ടി ഒരു സ്റ്റേജില് ശിവരാത്രിയുടെ ആ ഒരു മഹാത്മ്യത്തെ പറ്റി പറയാനായിട്ട്. ശിവരാത്രിയുടെ അന്ന് തന്നെ കിട്ടി. ശിവരാത്രി മഹാത്മ്യം, പിന്നെ ശിവപഞ്ചാക്ഷര സ്തോത്രത്തിന്റെ വ്യാഖ്യാനവും, പിന്നെ ഒരു ശിവരാത്രി സന്ദേശം പറഞ്ഞു. അതിനകത്ത് മാതാജ പാർവതി ദേവി പിതാദേവോ മഹേശ്വര അതിന്റെ അർത്ഥ വിശകലനം, അങ്ങനെ കുറെ പറയാൻ കിട്ടി. ഓഡിയൻസും ഉണ്ടായിരുന്നു. മാതാജ പാർവതി ദേവി പിതാദേവോ മഹേശ്വര ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം അല്ലേ? അതാ സന്ദേശം കൊടുത്തത്. അതെ അല്ലേ. അപ്പം പക്ഷെ ഞാന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ മാത്രം കണ്ടില്ല. ഞാന് തെരഞ്ഞുകൊണ്ട് നടക്കായിരുന്നു. നമ്മൾ ജ്ഞാനാംബിക മാതാജിയെ മാത്രം കണ്ടില്ല. വേറെ പ്രശ്നം ഉണ്ടായിരുന്നു മാതാജി പ്രഭു, വേറെ ഉണ്ടായിരുന്നു ഇവിടെ. മാതാജി ഇല്ലാത്തതിന്റെ ഒരേ ഒരു കുറവേ ഉള്ളായിരുന്നു, ബാക്കിയെല്ലാം ഗംഭീരമായി. എന്റെ മനസ്സുകൊണ്ട് എല്ലായിടും ഉണ്ട്, എപ്പോഴും ഉണ്ട്. പ്രഭുവിന്റെ അടുക്ക് എപ്പോഴും ഉണ്ട്. ഹരി ബോൾ. ബാക്കി ഭാരതി മാതാജി, രതിദേവി മാതാജി, സുജന മാതാജി അവരെല്ലാരും ഉണ്ടായിരുന്നു. പൊന്നമ്മ മാതാജി ഗംഭീരമായിട്ട് തകർത്ത് കീർത്തനമൊക്കെ പാടി. അങ്ങനെ മാതാജി ഇവിടെ എല്ലാം പോയി റെഡിയായി വന്നിരിക്കുകയല്ലേ. തൊണ്ടവേദനയാ ഇപ്പൊ, വയ്യ, 2 ദിവസമായിട്ട് കിടപ്പാ, ക്ഷീണോ, തൊണ്ടവേദന. പാടി തകർക്കുന്ന കണ്ടു. അതുപോലെ തന്നെ അഘോറി സന്യാസിയുടെ ഒക്കെ അനുഗ്രഹം കിട്ടുന്ന കണ്ടു. എല്ലാം നന്നായിട്ടുണ്ട്. അതെ അതെ. മാതാജി ആരെയും വെറുതെ വിട്ടില്ല. ഒറ്റ സന്യാസിമാരെ പോലും കുംഭമേളയിൽ വെറുതെ വിട്ടില്ല. ഞാനും കണ്ടായിരുന്നു കുറെ വീഡിയോസ്, സെൽഫികളൊക്കെ കണ്ടായിരുന്നു. അപ്പൊ മാതാജിക്ക് അവരുടെ എല്ലാം കൃപ ഉണ്ടാകട്ടെ. മാതാജിക്കും പോയവർക്കും അവിടെ കുംഭമേള അനുഭവിക്കാൻ സാധിച്ചവർക്കും അതിലെ ഒരു തീർത്ഥം തളിക്കാൻ സാധിച്ച ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ അതിന്റെ ഇതുണ്ടാകട്ടെ. ഞാൻ നാട്ടിൽ വരുമ്പോ ആരെയിലൊക്കെ കൊണ്ടുവന്ന് തീർത്ഥം ഒന്ന് തളിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിലും നമുക്ക് അതിന്റെ ഒരു കൃപ ഉണ്ടാകട്ടെ. അപ്പൊ നമ്മള് പ്രഭുജി അന്നത്തെ പോകുന്ന, ഒരു മിനിറ്റ് പ്രഭുജി, ആ പാട്ട് കിട്ടിയായിരുന്നോ? ഞാൻ ഇതിന് പോകുന്നതിന്റെ ധൃതി കാരണം പിന്നെ എനിക്ക് എഴുതി ഇടാൻ പറ്റാഞ്ഞ്. അത് കിട്ടിയായിരുന്നോ? ഇല്ല ഞാൻ പിന്നെ പതുക്കെ എടുത്തിടാം. പാട്ട് കിട്ടിയായിരുന്നു. ഞാനത് എന്താ പറഞ്ഞ, ഞാനത് എഴുതാനായിട്ട് പറ്റിയില്ല. പക്ഷെ രാധിക മാതാജി ഞാൻ എഴുതാൻ പറഞ്ഞിരുന്നു. മാതാജിക്ക് സമയം കിട്ടുമെന്ന് അറിയില്ല.
ഞാന് പോകാനുള്ള ഇതൊക്കെ ഉള്ള കാരണം എനിക്ക് എഴുതാനും പറ്റിയില്ല. അതാ പറ്റിയത്. പ്രഭു ഇല്ലെങ്കിൽ പൊന്നമ്മ അതൊക്കെ ഇനി മാതാജി എഴുതിക്കോളാം. പൊന്നമ്മ ഇനി ഹരേ എഴുതി കൃഷ്ണ തരാം. ഹരീഷ് പൊന്നമ്മ ആ മാതാജി എഴുതിയാൽ നന്നായിരുന്നു. അത് മാതാജി വളരെ സ്ലോ ആയിട്ടാണ് പാടുന്നത്. എനിക്ക് കേൾക്കുന്നില്ല അത്ര സൗണ്ട് പ്രഭു. കുറച്ച് കുറവായിട്ട് ആ എനിക്ക് ഫീൽ ഞാൻ ചെയ്യുന്നു. പതുക്കെ ഇനി നാളെ എങ്ങാനും ആട്ടെ. നാളെ ഞാൻ അത് പതുക്കെ എഴുതിയിട്ട് അതിന്റെ ഫോട്ടോ ഇട്ടേക്കാം ഗ്രൂപ്പില്. അങ്ങനെയായിരുന്നു നന്നായിരുന്നു. കാര്യം ഇത് എനിക്കും അതെ ആ വളരെ സ്ട്രെയിൻ എനിക്ക് എടുത്തിരുന്നു കേൾക്കാനായിട്ട്. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ആ ശ്രമിച്ചിട്ടുണ്ട്. ഈയിടെ പോകാനുള്ള ധൃതിയൊക്കെ ഉള്ളത് കാരണം ഞാൻ ബാക്കി ഉം. ജോലിയും തീർക്കേണ്ടതുണ്ട്. 18-ാം തീയതിക്ക് മുമ്പ് തീർക്കണം. സത്യം പറഞ്ഞ മോടെ പിറന്നാളായിരുന്നു 17-ാം തീയതി, മോന്റെ പിറന്നാള് 19. രണ്ടും അറിഞ്ഞില്ല. ഇന്നാന്ന് ഓർക്കുന്നത്. അതെ അല്ലേ? അപ്പോൾ പോകാനുള്ള ഇതില് വേറെ ജോലിയൊക്കെ തീർക്കുന്ന ഇത് വെച്ച് ഞാൻ ഓർത്ത് ഫെബ്രുവരി പിറന്നാളാണല്ലോ. ഇന്ന് കലണ്ടർ എടുക്കുമ്പോഴാ കഴിഞ്ഞു. ഒരാടെ 17-ാം തീയതി, ഒരാടെ 19-ാം തീയതി. ഉം, ഉം. അറിയാതെ പോണ നല്ലതാന്ന് പറയും. പിറന്നാൾ അറിയാതെ പോണ നല്ലതാന്ന് ഏ? പറയും. അതെ. ആഹാ. അറിയാതെ ആണോ? പോണത് നല്ലതാന്ന് പറയും ആളുകള്. പണ്ടുള്ളവര് ആ. അറിയാതെ പോകുന്ന അല്ല, ഭാഗ്യമാന്ന് പറയും. മറ്റേ ഞാൻ എപ്പോഴും ഓർത്ത് രണ്ടുപേരെയും വിളിച്ചു പറയുന്നേക്കാം. അറിഞ്ഞില്ല, ഇന്നാ നോക്കുന്നേ. അപ്പൊ അത് ഡേറ്റ് കഴിയും. അല്ല ഞാൻ പറയാം, അത് കാരണം എനിക്ക് സമയം കിട്ടാഞ്ഞോണ്ടാ. ഞാൻ പതുക്കെ എഴുതിയിട്ടോളാം. അപ്പം നന്നായിട്ട് എഴുതിയിടാം. ഇപ്പം മകനും മോൾക്കും എല്ലാവിധ പിറന്നാൾ ആശംസകൾ വൈകിട്ടാണെങ്കിലും അവർക്ക് ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പേരില്. അപ്പൊ നമ്മൾ മഹാശിവരാത്രി ദിവസത്തിൽ നമ്മൾ നടത്തിയ ആ ഒരു പ്രവചനത്തിലെ മെയിനായിട്ടുള്ള സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ പാലാഴി മഥനം നടന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മളുടെ അല്ലെങ്കിൽ മനസ്സിലാണ് ശരിക്കും മഥനം നടക്കേണ്ടത്. മനസ്സിൽ മഥനം നടക്കുമ്പോൾ എന്താണ് മന്ദരപർവ്വതമാകുന്ന പർവ്വത തുല്യമായ പാപങ്ങളെല്ലാം, കാമക്രോധ ലോഭം മോഹം മതമത്സരാദികളാകുന്ന ആ പാമ്പ് എന്നാണ് വരിഞ്ഞു മുറുക്കി ഹരിനാമ കീർത്തനമാകുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം നാമജപം ആകുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ചേണിങ്, ആ കടച്ചിൽ നടത്തി കാളകൂട വിഷം എല്ലാം പുറത്തു പോയി കഴിഞ്ഞ് മഹാദേവൻ അതെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞ ശേഷമാണ് നമുക്ക് എന്താണ് കിട്ടുന്നത്? കൃഷ്ണപ്രേമമാകുന്ന അമൃതം. ആ അമൃത കുംഭവുമായിട്ട് എന്താണ് ധന്വന്തിരി മൂർത്തി വരുന്നു. അപ്പൊ ഇതാണ് പാലാഴി മഥനത്തിന്റെ അത്. മഹാദേവൻ നമ്മളുടെ എല്ലാം ഒരുപാട് കൃപയുള്ള ആളാണ്. അങ്ങനെ നമുക്ക് എന്താണ് ആദ്യമായിട്ട് മഹാദേവന് എന്താണ് ഇവിടെ എനിക്ക് ഈ ഒരു രാജ്യത്തും എനിക്ക് വില്ലുപത്രം കിട്ടാൻ പറ്റി. അതുപോലെ വില്ലുപത്രം മാത്രമല്ല, ഇവിടെ ഒരു പൂങ്കാവനം തന്നെയാണ് ഏൽപ്പിച്ചത്. ഒരു 10 മിനിറ്റ് മുൻപെയാണ് എത്തിയത് ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന്റെ. ഞാൻ ഓർക്കുകയും ചെയ്തു, പൂക്കൾ എന്ന് പറഞ്ഞ ഒരു 6 ബൊക്ക റോസപ്പൂവിന്റെ ഒരു 6 ബൊക്ക ഭയങ്കര വലിയ നിറച്ച് റോസപ്പൂക്കളുമായിട്ട്. അതൊക്കെ ഈ രാജ്യത്ത് അതുപോലെ എത്ര കവറിൻ്റെതാണ് പൂക്കൾ. ഞാൻ ഒരു കുറച്ച് പൂവ് 108 മന്ത്രങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് മാത്രം ചോദിച്ചാണ്. പക്ഷെ എനിക്ക് വന്നെത്തിയത് ഭയങ്കര മഹാസൗഭാഗ്യം പോലെ തോന്നി. ആദ്യമായിട്ട് വില്ലപുത്രം ദോഹയിൽ ഞാൻ കാണുന്നതാണ്. അങ്ങനെ അത് വെച്ചിട്ട് ആരതി ചെയ്യാനായിട്ട് പറ്റി, മന്ത്രം ചെയ്യാനോ ആരതി ചെയ്യാനൊക്കെ പറ്റി. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പൊ അങ്ങനെ മഹാദേവന്റെ കൃപ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും കൃഷ്ണപ്രേമം വർദ്ധിക്കാനായിട്ട് വൈഷ്ണവാനം യഥാശംഭു പരം വൈഷ്ണവനായിട്ടുള്ള മഹാദേവന്റെ കൃപ. ഇവര് ഭക്തനും ഭഗവാനും തമ്മിലുള്ള കൈമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഭക്തൻ ആരാണ് ഭഗവാൻ എന്നറിയില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഞാൻ ഭക്തൻ ഞാൻ ഭഗവാൻ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു കൈമാറ്റം ചെയ്യലാണ് ഇവർ ചെയ്യുന്നത്. ശ്രീരാമചന്ദ്രൻ മുഴുവനും അദ്ദേഹത്തിന്റെ ആ ലീലകളിൽ മുഴുവനും അദ്ദേഹം മഹാദേവനാണ് ഭക്തൻ. മഹാദേവന്റെ ക്ഷേത്രം രാമേശ്വരത്ത് പണിതു. അങ്ങനെയെല്ലാം മഹാദേവനാണ് ആരതികളും പ്രാർത്ഥനകളും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭഗവാനായിട്ട് കണ്ടു. എന്നാൽ മഹാദേവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്ത കഥയായിട്ടാണ് രാമായണം നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ മഹാദേവൻ സദാ രാമമന്ത്രവും ജപിച്ചുകൊണ്ടാണ് മഹാദേവൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ദ്വാപരയുഗത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ എല്ലാ ലീലകളിലും അതുപോലെ രാസലീലകളിൽ വരെ ഭഗവാൻ എന്താണ് ഗോപേശ്വർ മഹാദേവനായിട്ട് വന്ന് കാവല് നിൽക്കുന്നു. അതുപോലെ തന്നെ ഗോപികയായിട്ട് വേഷം കിട്ടുന്നു. അങ്ങനെ എന്താണ് ഇവര് തമ്മിൽ എന്താണ് ആ ഭക്തനും ഭഗവാൻ, അതുപോലെ ഭഗവാന്റെ ഏതൊരു ക്ഷേത്രം ഉണ്ടെങ്കിലും അവിടെ എന്താണ് ഭഗവാൻ ഇരുന്നത് ഭക്തനായിട്ടുള്ള പരമഭക്തനായിട്ടുള്ള മഹാദേവൻ ഇരുന്ന് പവിത്രമാക്കിയ സ്ഥലത്ത് മാത്രമാണ് എന്താണ് ഭഗവാൻ നാരായണൻ തിരഞ്ഞെടുക്കുന്നത് ക്ഷേത്രത്തിന് വേണ്ടിയിട്ട്. ഗുരുവായൂരെ കാര്യം നമുക്കറിയാം, അങ്ങനെ ബദ്രിനാഥിലെ കാര്യം അറിയാം. അങ്ങനെ എവിടെയാണെങ്കിലും മഹാദേവൻ എവിടെ ഇരുന്നോ, ഭഗവാന്റെ ഭക്തനായ പരമഭക്തനായ മഹാദേവൻ എവിടെ ഇരിക്കുന്നു ആ ഇടം തന്നെ നമ്മുടെ നാരായണൻ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ കൃഷ്ണൻ തിരഞ്ഞെടുക്കുന്നു അവിടെ ക്ഷേത്രമായിട്ട്. അപ്പൊ അതാണ് അവർ തമ്മിലുള്ള ബന്ധം. നമ്മളത് ഇപ്പൊ ഒരു ശ്ലോകം ബ്രഹ്മസംഹിതയെന്ന് പഠിച്ചിരുന്നു. ക്ഷീരം യഥാതിരി വിഹാര, അതായത് പാലും തൈരും പോലെയുള്ള ബന്ധമാണെന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ
പറയുന്നത്. പാലിൽ നിന്ന് തൈര് ഉണ്ടാകുന്നത്. അപ്പൊ പാല് ശ്രീകൃഷ്ണ ഭഗവാനും ആ തൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവനുമായിട്ട് അവർ തമ്മിലുള്ള ബന്ധമാണ്. രണ്ടും പാലുൽപ്പന്നങ്ങളാണ്, അതായത് രണ്ടും ഒന്നാണ്. പക്ഷെ ഇതിൽ നിന്ന് തിരിച്ചിത് വരില്ല. ഇങ്ങനെ അതിന്റെ ഓർഡർ ഇങ്ങനെയാണ്: പാലിനെ അമ്ലം കൊണ്ട് പുളിപ്പിച്ചു കഴിഞ്ഞാൽ അത് തൈരായി മാറുന്നു. തിരിച്ച് തൈരിനെ ഏത് പ്രോസസ്സ് ചെയ്താലും പാലായി മാറത്തില്ല, പക്ഷെ പാലുൽപ്പന്നങ്ങളാണ്. അതുപോലെ തന്നെ പാല് കുടിച്ചാൽ ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ ഭേദമാക്കുന്നത് തൈര് കഴിച്ചിട്ടാണ്, അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഇത് തമ്മിലുള്ള ആ ബന്ധം. പാലും തൈരും എന്നുള്ള ബന്ധം പോലെ തന്നെയാണ് ഭഗവാൻ മഹാദേവനും തമ്മിലുള്ള. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും കൃഷ്ണഭക്തി വേണമെന്നുണ്ടെങ്കിൽ മഹാദേവന്റെ അടുക്കൽ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുക, കൃഷ്ണപ്രേമം തരാൻ പറഞ്ഞു. മഹാദേവൻ ഏറ്റവും സന്തുഷ്ടനാകും. എത്രയും വേഗം തന്നെ നമുക്ക് കൃഷ്ണഭക്തിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ കണ്ടത്. ശിവരാത്രിയുടെ അന്നത്തെ 2 മണിക്കൂർ നേരം, രാത്രി 12 മണി വരെ മാതാജിമാർക്കൊക്കെ ഇരിക്കാനായിട്ട് പറ്റി. വ്രതം എടുത്തവർക്കും അതുപോലെ തന്നെ അത് കേട്ടവർക്കും ഒക്കെ തന്നെ ഒരുപാട് മഹാദേവന്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്ക് ഇന്ന് ഉള്ളത് പ്രശ്നോത്തരിയാണ്. പ്രശ്നോത്തരി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓടി രക്ഷപ്പെടാനായിട്ട് തോന്നുന്ന കാര്യം, നമുക്ക് ആർക്കും എന്താ പറയുക, നോക്കാനായിട്ടുള്ള സമയം കിട്ടുക എന്നുള്ളത് പറഞ്ഞ് എനിക്കും അത് തന്നെയാണ് അനുഭവം. ഞാൻ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് 11 മണിക്കൂർ ജോലിയും 1 മണിക്കൂർ യാത്രയും എല്ലാം കഴിഞ്ഞു വന്നു കഴിയുമ്പോഴത്തേനും എനിക്കത് എഴുതാനായിട്ട് ഞാൻ കുറേ സ്ട്രെയിൻ ചെയ്തു, ക്വസ്റ്റ്യൻ തയ്യാറാക്കാനായിട്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ ഒന്ന് പെട്ടുപോകാനായിരിക്കും ചാൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റവാക്കിൽ ഉത്തരമാണ് കൂടുതലും. ഒറ്റവാക്കിൽ ഉത്തരം പറയണം, അതായത് ഓപ്ഷൻസ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭാവാർത്ഥം ശരിക്കും വായിച്ചു നോക്കിയവർക്ക് മാത്രമേ അത് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം, ഞാൻ പരീക്ഷയുടെ മുമ്പിൽ ഒക്കെ എല്ലാവർക്കും ഒരു തരുന്ന അവസരം പോലെ ഒരു 5 മിനിറ്റ് സമയം തരാം. ആ ഭാവാർത്ഥം 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾ എല്ലാവർക്കും വേണമെങ്കിൽ വായിച്ചു നോക്കാം, ഓടിച്ച്. അപ്പൊ ഇങ്ങനെ എന്നിട്ട് എല്ലാവരും ബുക്ക് മടക്കി വെക്കണം. 5 മിനിറ്റ് ഒന്നും എത്ര തവണ വായിച്ചാലും ഒന്നുപോലെ തന്നെ 5 മിനിറ്റ് ഒന്നും പോരാ, അത് വായിച്ചാലും മറന്നു പോകും. ഇത് നമ്മള് ഒരാഴ്ച ഒന്ന് തലയിൽ നിൽക്കുന്നല്ലോ, ഒറ്റ ആഴ്ച കൊണ്ട് അതായത് നമ്മള് സാധാരണഗതിയിൽ എക്സാമിന് മുൻപേ നമ്മളെല്ലാവരും എന്താ തലേദിവസം ഇരുന്ന് പഠിക്കുന്ന ഇതല്ലേ. അതുപോലെ തന്നെ ആ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുൻപേ ആ പുസ്തകം എടുത്ത് ഇങ്ങനെ ഒന്ന് മറിച്ചു നോക്കുന്നില്ലേ? ആ ഒരു മറിച്ച് നോക്കാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇപ്പൊ കുറച്ചു ശിബി മുമ്പാണ് മാതാജിക്ക് ചിരി വരുന്നുണ്ടോ? ശിബി മാതാജി ഇതൊക്കെ ചെയ്തിട്ടുള്ള അല്ലേ? അതുകൊണ്ടാണ് മാതാജിക്ക് ചിരി വരുന്നത്, അല്ലേ? കുറച്ചു മുമ്പാ നോക്കിയത്. എപ്പോഴും അങ്ങനെ അന്നേരം പഠിത്തം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ 5 മിനിറ്റ് സമയം തരികയാണ്. എല്ലാവരും എക്സാം എഴുതണമെന്ന് നിർബന്ധമുണ്ടോ? ഭാവാർത്ഥം മാത്രം വായിച്ചാൽ മതി, 1 തൊട്ട് 12 വരെയുള്ള. അതിൽ നിന്നുള്ള ചോദ്യമേ ഉള്ളൂ. നിർബന്ധമുണ്ടോ? കേട്ടാലും പോരെ? എക്സാം എഴുതണമെന്ന് നിർബന്ധമുണ്ടോ? കേട്ടാലും പോരെ? ഹരേ കൃഷ്ണ. എക്സാം ഇപ്പോഴും വേണ്ടെന്നാ പരീക്ഷപ്പനിയാണല്ലോ, അല്ലെ? പരീക്ഷപ്പനി. എക്സാം വേണ്ടെന്നാണ് ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത്. അപ്പൊ പിന്നെ അതെയോ? കുട്ടികളെ ആരും പീഡിപ്പിക്കരുതെന്നൊക്കെ പറയുന്നുണ്ടല്ലേ? രക്ഷപ്പെട്ട് പോകുന്നത് കാര്യമാന്ന് വിചാരിക്കും ഇപ്പൊ. 1 തൊട്ട് 12 വരെയുള്ള. വേഗം വായിക്കൂ, സമയം പോകുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ്. കഴിച്ചാലും തലയിക്കാറില്ല. അതുപോലെ ഉത്തരം വിളിച്ചു പറയുന്നവരുടെയും മ്യൂട്ട് ആകാതിരിക്കുന്നവരുടെയും ഓരോ മാർക്ക് നഷ്ടപ്പെടുന്നതാകും. അതുപോലെ ബുക്ക് നോക്കി എഴുതുന്നവരെ എനിക്ക് ഇവിടെ നിന്ന് തന്നെ അറിയാനായിട്ട് പറ്റും. അവരും ഔട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മല്ലിക മാതാജി ഇത് എവിടെ ആയിരുന്നു? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. ശിവരാത്രിക്ക് കണ്ടില്ല. ക്ലാസ് കയറിയിട്ട് മാതാജി ഇല്ലാതെ എന്താ ഞങ്ങൾക്ക് ഒരു ഓണ ആഘോഷ സത്സംഗം എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. മോഹൻലാലൊക്കെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇന്നലെ ഞാനും ഓർന്നു മാതാജിയുടെ പേര് മറന്നുപോയി. കുറഞ്ഞിട്ട് കുറച്ച് ദിവസം ആയല്ലോ എന്ന് പ്രഭുവിനോട് ചോദിക്കണം എന്ന് വിചാരിച്ചു. എന്തിയെ കണ്ടില്ലല്ലോ, പേര് ഓർമ്മയില്ലാതെ പറയാൻ. അതെ മാതാജി കണ്ടോ, എല്ലാരും മറന്നു തന്നെ പോയിരിക്കുന്നു. മാതാജി വല്ലപ്പോഴും ഒന്ന് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം വന്ന്. എനിക്കൊന്നും തലയിക്കാറില്ല. കൃഷ്ണ ഭഗവാനേ നാരായണ.
ഉള്ളത് മതി, ഉള്ളതും കൂടി മാർക്ക് ഉള്ളത് മതി. വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയാറില്ല എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് വെക്കണമെന്ന്. അപ്പോൾ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് പെട്ടെന്ന് തന്നെ അത് പിടികിട്ടും. അത് കൊടുത്തോ പ്രഭു ആ മാതാജിക്ക് ഏത്? പാട്ട്? അത് ഞാൻ അയച്ചു കൊടുത്തു. ഇനിയിപ്പോ ഇന്ന് അവധിയല്ലേ, നാളെ കാണുമ്പോഴേ ഉള്ളൂ ഇനി അറിയാൻ പറ്റുള്ളൂ അതിന്റെ ഫീഡ്ബാക്ക് എന്താണ്. അതായത് നമുക്കിപ്പോ അവിടെ തന്നെ 2-3 പേരെ ഇങ്ങനെ ഡിവോട്ടീസ് ആയിട്ട് കിട്ടി. അത് ചിലരൊക്കെ തിരിച്ചറിയുന്ന കഴുത്തുള്ള ഈ ഖണ്ഡിമാല കാണുമ്പോൾ ചിലരിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയപ്പോൾ ഞാൻ കൃഷ്ണ എന്ന് വിളിച്ച് അങ്ങനെ മനസ്സിലാക്കിയ ആളാണ് ആ മാതാജി. അങ്ങനെയാണ് അവര് എന്നെ പരിചയപ്പെടാൻ. ഞങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നെങ്കിലും എൻ്റെ സെക്ഷൻ അല്ല. അവര് ബിമ്മാണ്, ഈ മോഡലിംഗ് ചെയ്യത്തില്ലേ, വീടുകളുടെ ഒക്കെ വരയ്ക്കത്തില്ലേ, അതേപോലെ തന്നെ അങ്ങനെ വരയ്ക്കുന്ന ഒരു മോഡുലറാണ് അവര്. ബിം മോഡുലർ എന്ന് പറയും. ബിം മോഡുലർ ഈ ഞങ്ങളുടെയൊക്കെ കെട്ടിടങ്ങളൊക്കെ പണി തീർത്ത് കഴിഞ്ഞാൽ ആ കെട്ടിടത്തിന്റെ അതേ രൂപത്തില് തന്നെ ഹരേ കൃഷ്ണ പ്രഭുജി, അത് ഡിസൈൻ. എന്റെ 2-3 ഗീതാ ഹരേ കൃഷ്ണ, ക്ലാസിന്റെ ആൾക്കാരാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ മാതാജിമാരെ. ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ സാധിച്ചില്ല. അപ്പം ശിവരാത്രിക്ക് നിങ്ങളെല്ലാവരും കൂടി അതിഗംഭീരമായിട്ട് ആഘോഷിച്ചെന്നൊക്കെ ഞാൻ കേട്ടു. അപ്പൊ അങ്ങനെ എല്ലാരെയും കാണാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. ക്ലാസ്സില് കേട്ടിരിക്കുക, എന്തായാലും പിന്നീട് വിശദമായിട്ട് പരിചയപ്പെടാം. ഒരുപാട് സന്തോഷം. ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏകദേശം സമയം അവസാനിക്കാറായിട്ടിരിക്കുകയാണ്. എന്നാ കുഴപ്പമില്ല സാറേ, കുഴപ്പമില്ല, എന്തായാലും തീരട്ടെ. അപ്പൊ 10 വരെ ഉണ്ടെന്ന സമയം അത്രയും കൂടെ ഉള്ളൂ. എന്നാലും ഒന്നും ഓർമ്മ നിക്കത്തില്ല, പിന്നെന്താ. അതെ, ഇപ്പൊ വായിച്ചു. അപ്പം സമയം അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും അവരുടെ ബുക്ക് മടക്കി വെക്കുക. ഇനി നമുക്ക് എന്താ പറയുക, യുദ്ധത്തിലേക്ക് കിടക്കാം. അതായത് യുദ്ധഭൂമിയിലായിരുന്നല്ലോ ഇത് നടന്നത്. അപ്പൊ യുദ്ധഭൂമിയിൽ വെച്ചിട്ട് ഭഗവാൻ അർജുനനോട് പറയുന്ന ആ ഒരു ഗീതയിൽ നിന്നുള്ള, ഭഗവത്ഗീതയിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അപ്പൊ അതിലേക്ക് കിടക്കുവാണ്. ഞാനത് ഷെയർ ചെയ്യാം. ചോദ്യം എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ചിലർക്ക് കേൾക്കാനായിട്ട് ശരിക്കും പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ ഷെയർ ചെയ്യാം. കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല പ്രഭു, ഇല്ല. ഇപ്പോഴോ? ഇപ്പൊ നോക്കട്ടെ. നോക്കട്ടെ. കുറച്ചുകൂടെ വലുതാണോ? ശരിക്കും വായിക്കാൻ പറ്റുന്നില്ല. വായിക്കാൻ പറ്റുന്നില്ല. എന്റെ എഴുത്ത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. മതി. അയ്യോ. അപ്പൊ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് ജ്ഞാനാംബിക മാതാജി ശ്രദ്ധിക്കണം, പൊന്നമ്മ മാതാജി രണ്ടുപേരും. കാര്യം നിങ്ങൾ അവിടെ മ്യൂട്ട് ചെയ്താ മ്യൂട്ട് ചെയ്താ മ്യൂട്ട് ചെയ്താ ഞാൻ മ്യൂട്ട് ചെയ്തേക്കാം. മാതാജിയെ ഞാൻ മ്യൂട്ട് ചെയ്തേക്കാം. മ്യൂട്ട് ചെയ്തു. മാതാജിയെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സുജന മാതാജിയെ. അതായത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ മ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് സംസാരിച്ച എല്ലാവരുടെയും കോൺസെൻട്രേഷൻ തെറ്റിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക, ഉത്തരം നല്ല ആലോചിച്ചിട്ട് ഉത്തരം എഴുതുക. ഞാൻ ഒന്നാമത്തെ ഭഗവത്ഗീത പ്രശ്നോത്തരി 5 ആണ്. നമ്മൾ ഒന്നാമത്തെ അതിൽ 4 എണ്ണം എടുത്തിരുന്നു. ഒന്നാമത്തെ അധ്യായത്തിൽ 4 പ്രശ്നോത്തരി എടുത്തു. ഇത് രണ്ടാമത്തെ അധ്യായം കുറേ ശ്ലോകങ്ങളുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇതിന് പ്രശ്നോത്തരി ഒരുപാട് വേണ്ടി വരും.
അതുകൊണ്ട് ഭഗവത്ഗീത പ്രശ്നോത്തരി 5 അധ്യായം 2 ശ്ലോകം 1 മുതൽ 12 വരെ. ഒന്നാമത്തെ ചോദ്യം, ഭഗവത്ഗീത 2-ാം അധ്യായം ഈ പേരിലും അറിയപ്പെടുന്നു: എ ബുദ്ധിയോഗം, ബി കർമ്മസന്യാസ യോഗം, സി സാഖ്യയോഗം, ഡി ഭക്തിയോഗം. ഭഗവത്ഗീത 2-ാം അധ്യായം ഈ പേരിലും അറിയപ്പെടുന്നു: എ ബുദ്ധിയോഗം, ബി കർമ്മസന്യാസ യോഗം, സി സാഖ്യയോഗം, ഡി ഭക്തിയോഗം. ഉത്തരം അറിയാവുന്നവർ ശരിയായിട്ടുള്ള ഉത്തരം എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് മാർക്ക് ചെയ്യാം. പ്രഭു 3-ന്റെ ഉത്തരം നമ്മൾ എഴുതിയാൽ മതി, അതിനകത്ത് പറയുന്നില്ല ഉത്തരം. 3 നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ അതായത് 3 മാതാജി ശ്രദ്ധിച്ചേക്ക, ഭഗവത്ഗീത 2-ാം അധ്യായം ഈ പേരിലും അറിയപ്പെടുന്നു. അതിലെ ഒന്നാമത്തെ ഓപ്ഷൻ എ ബുദ്ധിയോഗം, ബി മാതാജി ശ്രദ്ധിക്കുക, ബി സന്യാസ കർമ്മയോഗം, സി സാഖ്യയോഗം, ഡി ഭക്തിയോഗം. 4 ഓപ്ഷൻസ്. ഇതിൽ ഏതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം എന്നുള്ളത് അതിന്റെ നമ്പർ മാത്രം മാർക്ക് ചെയ്താൽ മതി. ഒന്നിന്റെ ഉത്തരം എ ആണോ, ഒന്നിന്റെ ഉത്തരം ബി ആണോ, സി ആണോ, ഡി ആണോ? ഓക്കെ, പ്രഭുജി നമ്മൾ എഴുതാണോ വേണ്ടത്? നിങ്ങളൊരു പേപ്പർ എടുത്ത് അതിലേക്ക് എഴുതുക. ഒരു പേപ്പർ എടുത്തിട്ട് ആ ഒരു എന്നിട്ട് പേപ്പറും പേനായി എടുത്തു വെക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ആയതുകൊണ്ട് അറിയത്തില്ലല്ലോ അല്ലെ, ഞാൻ പറയാനായിട്ട് മറന്നുപോയി. കാരണം അപ്പൊ ഒരു പേപ്പർ എടുത്ത് വെക്കുക 1, എന്നിട്ട് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ആ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് മാർക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. സമയം അവസാനിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ. ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? എ 76, ബി 72, സി 78, ഡി 24. ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഭഗവത്ഗീത 2-ാമത്തെ അധ്യായത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? എ 76, ബി 72, സി 78, ഡി 74. ഉത്തരം ശരിയായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 3-ാമത്തെ ചോദ്യം. ഇനി ഓപ്ഷൻസ് ഒന്നുമില്ല, നിങ്ങൾ ഒറ്റവാക്കിൽ ഉത്തരം എഴുതണം. മധുസൂദന എന്ന് അർജുനൻ അഭിസംബോധന ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? മധുസൂദന, ഇത് രോഹിണി മാതാജി വളരെ കൃത്യമായിട്ട് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയതാണ്. മധുസൂദന എന്ന് അർജുനൻ അഭിസംബോധന ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? ഓപ്ഷൻസ് ഇല്ല, ഉത്തരം എഴുതാം. അതായത് അർജുനൻ ഭഗവാനെ മധുസൂദന എന്ന് 2-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ മുമ്പേ വായിച്ചു പോയ ശ്ലോകങ്ങളിൽ ഒന്ന് മധുസൂദന എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്, ചോദ്യം ചോദിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് മധുസൂദന എന്നുള്ള വാക്ക് ആ സമയത്ത് പ്രയോഗിച്ചത്? ഇവിടെ എനിക്ക് കരണ്ട് പോയി എഴുതാൻ ഒരു മാർഗവും ഇല്ല പ്രഭു. ഇവിടെ ആരും ഇല്ല. ആ, ഒരു വെളിച്ചം പകരാനായിട്ട് ആരും ഇല്ലേ? ഇവിടെ അപ്പൊ ഒരു ആരും ഗുരുവിന്റെ ഇല്ല. സഹായം എനിക്ക് തേടണം. ഗുരുവാണ് അജ്ഞാന ഇവിടെ ആരും ഇല്ല. തിമിരാന്തസ്യ. ഒറ്റയ്ക്കേ ഉള്ളു പ്രഭു, ആരും ഇല്ല. അന്നേരം എനിക്ക് എഴുന്നേറ്റ് പോയി എടുക്കാനും വയ്യ. അതെയോ, സാരമില്ല മാതാജി, കുഴപ്പമില്ല. ഭഗവാൻ വെളിച്ചം കൊണ്ടേ തരും. അപ്പൊ ടോർച്ച് കാണിച്ചു തരുന്ന ആളെന്നല്ലേ പറഞ്ഞു ഗുരു എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്. അപ്പോഴത്തേനും എന്താണ്, നമ്മളൊരു ശ്ലോകം പഠിക്കുന്നുണ്ടല്ലോ, എന്താണ്? ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വഴി തെളിക്കുന്നു എന്നല്ലേ? അതേത് ഇതാണ്? അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ. തമസോമ ജ്യോതിർഗമയ അല്ലെ? ആ, ആ, ആ. തമസോമ ജ്യോതിർഗമയ, തമസിൽ നിന്ന് സദോമ സദ്ഗമയ. തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ, മൃത്യുവിൽ നിന്ന് അമൃതിയിലേക്ക് നയിക്കും. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അതുപോലെ തന്നെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അതുപോലെ തന്നെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് അല്ലേ? ഉപനിഷത്ത് സൂക്തങ്ങളാണെന്നാണ് തോന്നുന്നത്. അപ്പൊ അടുത്തത് വന്നു. 4-ാമത്തെ ചോദ്യം. ഞാൻ പറഞ്ഞു തീർന്ന പിന്നെ വന്ന് കണ്ടാ മാതാജി കറണ്ട്. വന്നു. അതാണ്
അപ്പൊ നാലാമത്തെ ആത്മസാക്ഷാത്കാരം എപ്പോൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ? അതിന് ഓപ്ഷൻ ഉണ്ട്. നാലാമത്തെ ചോദ്യം ആത്മസാക്ഷാത്കാരം എപ്പോൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ? എ ജീവാത്മാവും പരമാത്മാവും വിചാരിക്കുമ്പോൾ, ബി കർമ്മഫല ഇച്ഛയില്ലാതെ തന്റെ മൂലസ്വരൂപത്തിന്റെ സങ്കല്പത്തിൽ വർത്തിക്കുമ്പോൾ. രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നാമത്തേത് ആത്മസാക്ഷാത്കാരം എപ്പോൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ? എ ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് വിചാരിക്കുമ്പോൾ, ബി കർമ്മഫലേച്ഛയില്ലാതെ തന്റെ മൂലസ്വരൂപ സങ്കല്പത്തിൽ വർത്തിക്കുമ്പോൾ. ശരിയായിട്ടുള്ള ഉത്തരം എഴുതുക. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. നിരപേക്ഷ തത്വ സാക്ഷാത്കാരം 3 വിധത്തിലാണ്. അവ ഏതെല്ലാം? നിരപേക്ഷ തത്വ സാക്ഷാത്കാരം 3 വിധത്തിലാണ്. അവ ഏതെല്ലാം? നോ ഓപ്ഷൻസ്. നിരപേക്ഷ തത്വ സാക്ഷാത്കാരം 3 വിധത്തിലാണ്. അവ ഏതെല്ലാം? കുറച്ച് വിഷമായിട്ട് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? സാരമില്ല. ഇനി അടുത്ത ചോദ്യങ്ങളെ കാണുമ്പോൾ വിഷമം മാറിക്കോളും. ആറാമത്തെ ചോദ്യം. പരമസത്യത്തിന്റെ 3 ഭാവങ്ങളെ ഏതിനോട് ഉപമിച്ചിരിക്കുന്നു? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. പരമസത്യത്തിന്റെ 3 ഭാവങ്ങളെ ഏതിനോട് ഉപമിച്ചിരിക്കുന്നു? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. ഒരു വളരെ നല്ല ഉദാഹരണം ആണ് ആ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. പരമസത്യത്തിന്റെ 3 ഭാവങ്ങൾ. ഞാനും പലതവണ ആ ഉദാഹരണം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ കുറെ റിയലൈസേഷനൊക്കെ പറ്റിയൊക്കെ പഠിച്ചിരുന്നു. ഇതാണ് ക്ലൂ. 3 തരത്തിലുള്ള റിയലൈസേഷൻ. അടുത്തത് ഏഴാമത്തെ ചോദ്യം. ഏറ്റവും ഉന്നതരായ അതീന്ദ്രിയ ജ്ഞാനികൾ പരമസത്യത്തിന്റെ ഏത് ഭാവത്തെ പ്രാപിച്ചവരാണ്? ഇതും അതിനോടനുബന്ധിച്ച് തന്നെയാണ്. ഏറ്റവും ഉന്നതരായ അതീന്ദ്രിയ ജ്ഞാനികൾ പരമസത്യത്തിന്റെ ഏത് ഭാവത്തെ ആണ് പ്രാപിച്ചത്? ഏറ്റവും ഉന്നതരായ അതീന്ദ്രിയ ജ്ഞാനികൾ പരമസത്യത്തിന്റെ ഏത് ഭാവത്തെ പ്രാപിച്ചവരാണ്? അടുത്തത് എട്ടാമത്തെ ചോദ്യം. പരാശര മുനി ഭഗവാൻ എന്ന വാക്കിന്റെ നിർവചനം എങ്ങനെയാണ് കൊടുത്തത്? പരാശര മുനി ഭഗവാൻ എന്ന വാക്കിന്റെ നിർവചനം എങ്ങനെയാണ് കൊടുത്തത്? അടുത്തത് 9ാമത്തെ ചോദ്യം. ഇവിടെ പറഞ്ഞ അവതാരങ്ങളെല്ലാം പരമപുരുഷന്റെ പൂർണ്ണാവതാരങ്ങളോ അംശാവതാരങ്ങളോ മാത്രം.
കൃഷ്ണനാവട്ടെ സർവോത്കൃഷ്ടനായ ഭഗവാൻ തന്നെയാണ് എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എ ബ്രഹ്മസംഹിത, ബി ഭഗവത്ഗീത, സി കഠോപനിഷത്ത്, ഡി ശ്രീമദ് ഭാഗവതം. ഇതിന് 4 ഓപ്ഷൻ ഉണ്ട് 9ാമത്തെ ചോദ്യത്തിന്. ഇവിടെ പറഞ്ഞ അവതാരങ്ങളെല്ലാം പരമപുരുഷന്റെ പൂർണ്ണാവതാരങ്ങളോ അംശാവതാരങ്ങളോ മാത്രം. എന്നാൽ കൃഷ്ണനാവട്ടെ സർവോത്കൃഷ്ടനായ ഭഗവാൻ തന്നെയാണ് എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എ ബ്രഹ്മസംഹിത, ബി ഭഗവത്ഗീത, സി കഠോപനിഷത്ത്, ഡി ശ്രീമദ് ഭാഗവതം. അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം മാത്രം എഴുതുക. അടുത്തത് 10ാമത്തെ ചോദ്യം. സംസ്കാരമുള്ള പ്രവൃത്തികൾ മാത്രം ചെയ്യുന്ന ആളുകളെ ഭഗവാൻ എന്തു പേരിലാണ് വിളിക്കുന്നത്? സംസ്കാരമുള്ള പ്രവൃത്തികൾ മാത്രം ചെയ്യുന്ന ആളുകളെ ഭഗവാൻ എന്തു പേരിലാണ് വിളിക്കുന്നത്? എ ആര്യൻ, ബി ധന്യാത്മൻ, സി പ്രിയൻ, ഡി അഭിമതൻ. സംസ്കാരമുള്ള പ്രവൃത്തികൾ മാത്രം ചെയ്യുന്ന ആളുകളെ ഭഗവാൻ എന്തു പേരിലാണ് വിളിച്ചത്? എ ആര്യൻ, ബി ധന്യാത്മൻ, സി പ്രിയൻ, ഡി അഭിമതൻ. അടുത്തത് 11ാമത്തെ ചോദ്യം. ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മോചിതനാവാൻ അറിയാത്തവരെ എന്തു വിളിക്കുന്നു? ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മോചിതനാവാൻ അറിയാത്തവരെ എന്തു വിളിക്കുന്നു? അടുത്ത് 12ാമത്തെ ചോദ്യം. കുന്തി ദേവിയുടെ പുത്രനായതുകൊണ്ട് മാത്രം അർജുനന് കിട്ടിയ 2 പേരുകൾ എഴുതുക. കുന്തി രണ്ടെണ്ണം ദേവി എഴുതണോ? ഏ രണ്ടെണ്ണം എഴുതണോ? 2 പേരുകൾ. കുന്തി ദേവിയുടെ മകനായതുകൊണ്ട് മാത്രം അർജുനന് കിട്ടിയ 2 പേരുകൾ. ഭാവാർത്ഥത്തിൽ ഒന്നേ കണ്ടുള്ളൂ. രണ്ടും ഉണ്ട്, പലയിടത്താന്നുള്ളതേ ഉള്ളൂ. പലയിടത്താന്നേ ഉള്ളൂ. മാതാജി പറഞ്ഞ ശരി, പലയിടത്താന്നേ ഉള്ളൂ. കൃഷ്ണ എക്സാമിന് മാത്സിന്റെ ഇടായിരുന്നു. പാസ് കൊടുക്കാനായിട്ട് മാർഗമില്ലല്ലോ അല്ലേ? പാസ് ടു ജ്ഞാനാംബിക മാതാജി. അങ്ങനത്തെ ഒരു ആക്സെന്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല, ഈ പ്രൊവിഷൻ ഇല്ല, ഈ പ്രശ്നോത്തരി ഇല്ലാത്തതുകൊണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നോത്തരി വെക്കുമ്പോൾ പാസ്, എല്ലാത്തിനും പാസ്, നെക്സ്റ്റ് ആളുടെ അടുത്തേക്ക് പാസ് ചെയ്യാം. അടുത്തത് 13ാമത്തേത്. ശ്രീകൃഷ്ണന്റെ പിതാമഹൻ ആരാണ്? ശ്രീകൃഷ്ണന്റെ പിതാമഹൻ. അതൊക്കെ വായിച്ചു, അതൊക്കെ ഓർമ്മ നിൽക്കുന്നുണ്ട്. ശ്രീകൃഷ്ണന്റെ പിതാമഹൻ ആരാണ്? പിതാമഹനെയും അതെ അതെ. ഗുരുവിനെയും പറഞ്ഞിട്ടുണ്ട്. ഒരു ശ്ലോകത്തിൽ അത് കൃത്യമായിട്ട് പിതാമഹൻ എന്ന് പറയുന്നു. പറയുമ്പോ പിതാമഹൻ എന്ന് അച്ഛന്റെ അച്ഛൻ. ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ അച്ഛന്റെ അച്ഛൻ. 14ാമത്തെ ചോദ്യം. വൈദിക നിയമങ്ങൾ അനുസരിച്ചിട്ട് എങ്ങനെയുള്ള ഗുരുവിനെ ഉപേക്ഷിക്കാം? ഇതൊക്കെ വായിച്ചിട്ട് മറക്കണോ പ്രഭു? സത്യം വായിച്ചു അപ്പൊ അതൊക്കെ. മാതാജിക്ക് വായിച്ചപ്പോ ഒരു ഓർമ്മ കിട്ടിയല്ല, ഇത് അതിന്റെ അകത്ത് ഉള്ളതാന്നല്ലേ? ഉണ്ട് അപ്പൊ ഉണ്ട്. അത്രയും മാത്രം മതി, അതാണ് റിയലൈസേഷൻ. അപ്പൊ വായിച്ചപ്പോൾ അതിനകത്തുണ്ട് എന്ന് മനസ്സിലായി. ബാക്കി ഇല്ല പലർക്കും ഇതെല്ലാം ബാക്കി പലർക്കും ഇത് എവിടെ നിന്നാണ് പറഞ്ഞത് എന്ന് വിചാരിച്ച്
അല്ലേ? ചോദ്യം പറയുമ്പോ ആ ഭാഗങ്ങളും ഓർമ്മ വരും ഓർമ്മ എവിടെയാന്നൊക്കെ വരും. ആ ഓർമ്മ പേജ് വരുന്നുണ്ട്. ഏതൊക്കെ പേജ് വരെ പേജ് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ആ അപ്പൊ ഇത് സെക്ഷൻ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ഞാനിട്ട് ആണെങ്കിൽ കേട്ടിട്ടുമില്ല. ഞാൻ കഴിഞ്ഞിട്ടാ ഞാൻ വന്നതാണ്ടിരിക്കും പറഞ്ഞും കൂടാ. ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണെങ്കിൽ എല്ലാവരും പാസ്സായനല്ലേ? 100% കിട്ടിയത്. അത് ചിലപ്പോ ഫുള്ളാണെങ്കിൽ കൂടി ചിലപ്പോ കിട്ടും. എന്തറിയോ, വായിച്ചതുകൊണ്ട് അറിയാം എവിടെ അത് ഭാഗങ്ങളാ. എവിടെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്, വായിച്ച വായിക്കുക മാത്രം ഓർമ്മയിൽ പോരാ. എന്തുകൊണ്ടാണെന്നറിയാമോ? വായി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ അടിവരെ ചെയ്യുമ്പോൾ വരച്ചിട്ടുണ്ട്. നമുക്ക് പിന്നീട് റിവിഷൻ എടുക്കുമ്പോൾ അത് മാത്രം കവർ ചെയ്ത് എളുപ്പമുണ്ട്. പോയാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഒരു വായിച്ചതെല്ലാം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പ്രധാന ഭാഗം എല്ലാം അണ്ടർലൈൻ ചെയ്തിട്ടേക്ക് അതും ഓർമ്മയുണ്ട് എവിടൊക്കെ വരെയുണ്ടെന്നും. പക്ഷെ കാര്യങ്ങൾ പറഞ്ഞു. വയസ്സായില്ലേ ഞങ്ങള്. അപ്പൊ എങ്ങനെയുള്ള ഗുരുവിനെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അത് ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് എഴുതി വെക്കുക. അടുത്ത 15ാമത്തെ ചോദ്യം. ഭഗവത്ഗീതയിലെ ഏത് ശ്ലോകത്തിലാണ് അർജുനൻ ഭഗവാനെ ഗുരുവായി അംഗീകരിച്ചത്? ആ ശ്ലോകത്തിന്റെ നമ്പറാണ് ഉദ്ദേശിച്ചത്. ഭഗവത്ഗീതയിലെ ഏത് ശ്ലോകത്തിലാണ് അർജുനൻ ഭഗവാനെ ഗുരുവായി അംഗീകരിച്ചത്? ഇതറിയാൻ വയ്യാത്തവർക്കൊക്കെ പ്രത്യേകം അതെ പണിഷ്മെന്റ് ഉണ്ടായിരിക്കും. അത് കാർപ്പൺ. അതറിയാം. മാതാജിക്ക് 1 മാർക്ക് കുറവ്. ഞാൻ ആ അവള് ശ്ലോകം നമ്പര് പോരെ? നമ്പർ മതി, പറഞ്ഞില്ല. നമ്പർ മതി, നമ്പർ മതി. നമ്പര് മതി. നമ്പർ പറഞ്ഞില്ല ഞാൻ. കുഴപ്പമില്ല, ഞാൻ ഒഴിവാക്കി. അപ്പൊ അടുത്തത് ആകെ 1-2 മാർക്കേ കിട്ടുള്ളൂ. അതൊന്നും ഒഴിവാക്കിയ പിന്നെ 0 കിട്ടും. അടുത്തത് 16ാമത്തെ ചോദ്യം. താൻ ആഗ്രഹിക്കാതെ തന്നെ വന്നുപെടുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആരുടെ സഹായം നേടണമെന്നാണ് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും പറയുന്നത്? അതായത് തൻ്റേതല്ലാത്ത കാരണത്താൽ നമ്മൾ ചില അഡ്വർടൈസ്മെന്റ് കാണാറില്ലേ? അത് ആരാണിത് അയക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. മാട്രിമോണിയിലാണ് മെയിനായിട്ട് കാണുന്നത്. തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയിരിക്കുന്ന എന്ന് പറഞ്ഞാണ്. അപ്പൊ താൻ ആഗ്രഹിക്കാതെ വന്നുപെടുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആരുടെ സഹായം വേണമെന്നാണ് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും ഒരുപോലെ പറയുന്നത്. ഇതിന് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ഭഗവാന്റെ, ബി സുഹൃത്തിന്റെ, സി ആത്മീയ ആചാര്യന്റെ, ഡി എല്ലാം ശരിയാണ്. താൻ ആഗ്രഹിക്കാതെ വന്നുപെടുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആരുടെ സഹായം വേണമെന്നാണ് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും പറയുന്നത്. എ ഭഗവാന്റെ, ബി സുഹൃത്തിന്റെ, സി ആത്മീയ ആചാര്യന്റെ, ഡി എല്ലാം ശരിയാണ്. ഇനി അടുത്തത് 17ാമത്തെ ചോദ്യം. ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ മനുഷ്യജന്മത്തെ വേണ്ട വിധം ഉപയോഗിക്കാത്തവരെ എന്തു വിളിക്കുന്നു? ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ മനുഷ്യജന്മത്തെ വേണ്ട വിധം ഉപയോഗിക്കാത്തവരെ എന്തു വിളിക്കുന്നു? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഓപ്ഷൻസ് ഇല്ല. ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ മനുഷ്യജന്മത്തെ വേണ്ട വിധം ഉപയോഗിക്കാത്തവരെ എന്ത് വിളിക്കുന്നു? അതൊരു നല്ലൊരു വാക്കാണ്. അത് ഓർമ്മയുള്ളവരൊക്കെ എഴുതുക. അതെ അല്ലേ? അടുത്തത് 18. ഏത് സത്യം ഗ്രഹിക്കാതെ ഭഗവത്ഗീത പഠിക്കാൻ ശ്രമിക്കുന്നവരെയാണ് ശ്രീല പ്രഭുപാദകൾ പമ്പര വിഡ്ഢികൾ എന്ന് വിളിക്കുന്നത്? 18. ഏത് സത്യം ഗ്രഹിക്കാതെ ഭഗവത്ഗീത പഠിക്കാൻ ശ്രമിക്കുന്നവരെയാണ് ശ്രീല പ്രഭുപാദർ പമ്പര വിഡ്ഢികൾ എന്ന് വിളിക്കുന്നത്? ഇപ്പം രാത്രി പോലും വായിച്ചത് ഓർക്കുന്നില്ല എന്തോ. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ കിട്ടണമെങ്കിൽ എക്സാമിനേഷന് തൊട്ട് മുൻപേ ഉള്ള വേണമെന്നുള്ള ആ ഒരു തത്വം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഒരു 10 മിനിറ്റ് സമയം അനുവദിച്ചത്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അന്നേരം വായിച്ചത്. അന്നേരം എനിക്ക് ഓർമ്മ എന്ന് പറയുന്നത് ഒരു സ്ഥലം പോലും വരുന്നില്ല എന്റെ ബുദ്ധിയിൽ. എനിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ല. അതല്ല ഞാൻ പരീക്ഷ ഇപ്പൊ എനിക്കൊരു ഭയങ്കര ഒരിതാ. ഒരാഴ്ച കൊണ്ട് നിരന്തരം വായിച്ചോണ്ടിരിക്കുക. നിരന്തരം ഈ ഓരോ പ്രഭു ഇട്ടപ്പം തൊട്ട് വായിച്ചോണ്ടിരിക്കുക. ഞാൻ അത് കാരണം നേരത്തെ ഇട്ടു. കാര്യം ഓപ്ഷൻസ് ഇല്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാരെയും അറിയിച്ചു. അല്ലെങ്കിൽ തലേദിവസം ഓപ്ഷൻസ്
അന്നേരം ഇച്ചിരി ഓർമ്മ വരും. ഇത് ഇങ്ങനെ എഴുതാനായിട്ട് ഓർമ്മ വരുന്നേ ഇല്ല എനിക്ക്. ഉം. അത് ഈ അസുഖം കഴിഞ്ഞാ പിന്നെ മാതാജി അതെ വിഷമിക്കണ്ട, എല്ലാരും അത് തന്നെ തദൈവ. അതല്ല, ഈ അസുഖം കഴിഞ്ഞാ പിന്നെ എനിക്ക് ഇത്രയും വിഷമം അത്രയും ഒന്നും ഓർമ്മ കിട്ടത്തില്ല. ഓർമ്മ വരുന്നില്ല അല്ലേ? സാരമില്ല മാതാജി, ശരിയാ. ഓർമ്മ ഭഗവാനായിട്ട് തന്നെ കൊണ്ടുതരും മാതാജിക്ക്. മാതാജിയുടെ പരിശ്രമം ഭഗവാൻ കാണാതിരിക്കത്തില്ല, അത്രേ ഉള്ളൂ. അപ്പം 19ാമത്തെ ചോദ്യം, സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ പരിഗണിക്കാതെ കൃഷ്ണാവബോധത്തിൽ നൈപുണ്യമാർജിച്ച ഒരു വ്യക്തിയെ മറ്റാർക്കും ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവാകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ആൾ ആരാണ്? സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ പരിഗണിക്കാതെ കൃഷ്ണാവബോധത്തിൽ നൈപുണ്യമാർജിച്ച ഒരു വ്യക്തിക്കല്ലാതെ മറ്റാർക്കും യഥാർത്ഥത്തിൽ ഒരു ആധ്യാത്മിക ഗുരുവാകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? എ ചൈതന്യ മഹാപ്രഭു, ബി വേദവ്യാസൻ, സി ശുഖബ്രഹ്മർഷി, ഡി ചാണക്യ പണ്ഡിതൻ. സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ പരിഗണിക്കാതെ, ഒന്നുകൂടെ പറയുവാണ്, ശ്രദ്ധിച്ചോളൂ. സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ പരിഗണിക്കാതെ കൃഷ്ണാവബോധത്തിൽ നൈപുണ്യമാർജിച്ച ഒരു വ്യക്തിക്കല്ലാതെ മറ്റാർക്കും ഒരു യഥാർത്ഥ ആധ്യാത്മിക ഗുരുവാകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? എ ചൈതന്യ മഹാപ്രഭു, ബി വേദവ്യാസൻ, സി ശുഖബ്രഹ്മർഷി, ഡി ചാണക്യ പണ്ഡിതൻ. നെക്സ്റ്റ് 20. ഒരാൾ നീചകുലത്തിൽ പിറന്നവനായാലും കൃഷ്ണാവബോധ തത്വം ഉൾക്കൊള്ളുന്നുവെങ്കിൽ അഥവാ വൈഷ്ണവനാണെങ്കിൽ അദ്ദേഹത്തിന് ആത്മീയാചാര്യനാവാം എന്ന് ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത്? ഒന്നുകൂടെ ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. ഒരാൾ നീചകുലത്തിൽ പിറന്നവനായാലും കൃഷ്ണാവബോധ തത്വം ഉൾക്കൊള്ളുന്നുവെങ്കിൽ അഥവാ വൈഷ്ണവനാണെങ്കിൽ അദ്ദേഹത്തിന് ആത്മീയാചാര്യനാവാം എന്ന് ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത്? എ അഗ്നിപുരാണം, ബി ശ്വേതാശ്വരോപനിഷത്ത്, സി കഠോപനിഷത്ത്, ഡി പത്മപുരാണം. ഒന്നുകൂടെ, ഒരാൾ നീചകുലത്തിൽ പിറന്നവനായാലും കൃഷ്ണാവബോധ തത്വം ഉൾക്കൊള്ളുന്നുവെങ്കിൽ അഥവാ വൈഷ്ണവനാണെങ്കിൽ അദ്ദേഹത്തിന് ആത്മീയ ആചാര്യനാവാം എന്ന് ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത്? എ അഗ്നിപുരാണം, ബി ശ്വേതോശ്വരോപനിഷത്ത്, സി കഠോപനിഷത്ത്, ഡി പത്മപുരാണം. ഏതാണ് ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം? ടഫാണോ? എളുപ്പമല്ലേ ഇത്? ഒന്നും അറിയില്ല, ഞാനൊന്നും എഴുതിയിട്ടില്ല. ഒന്നും അറിഞ്ഞൂടാ പ്രഭുജി, ഒന്നും അറിഞ്ഞൂടാ. അടുത്തായിപ്പോയി. ഒരു നേരത്തെ അറിഞ്ഞില്ല, കണ്ടില്ല. നേരത്തെ അറിഞ്ഞിരുന്ന മാതാജി വരില്ലായിരുന്നല്ലേ, പങ്കെടുക്കില്ലായിരുന്നല്ലേ? ഒന്ന് വായിക്കെങ്കിലും ചെയ്യായിരുന്നത്, വായിച്ചിട്ടുമില്ല. മാതാജി അപ്പൊ നേരത്തെ അറിഞ്ഞത് ഇതിലിരിക്കും. അപ്പം ഗ്രൂപ്പ് തീർത്തും നോക്കുന്നില്ല എന്ന് തന്നെ എന്റെ അർത്ഥം. 21. യഥാർത്ഥ ആനന്ദം നേടണമെങ്കിൽ എന്ത് ചെയ്യണം? യഥാർത്ഥ ആനന്ദം നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപാട് വഴിയുണ്ട്. അപ്പൊ ഇതിൽ ഭാവാർത്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എഴുതാവുള്ളൂ. അതിന്റെ പുറത്തുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഞാൻ ഇത് എഴുതി പ്രഭു ശരിയല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ആനന്ദം നേടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനുള്ള വഴി എന്താണ്? ഓരോരുത്തർക്കും ഓരോ ആണ്. ചിലര് ബാറിൽ പോയാലാണ് യഥാർത്ഥ ആനന്ദം കിട്ടുന്നത് അല്ലേ? എന്റെ ഭഗവാന്. 22ാമത്തെ ചോദ്യം, ദുഃഖങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിക്കണമെങ്കിൽ അർജുനൻ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്താൽ മതി? ദുഃഖങ്ങളെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാനായിട്ട് അർജുനൻ ചെയ്തത് എന്താണ്? അതുപോലെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് നമുക്ക് ചെറുതായിട്ട് പരിഹരിച്ചാൽ പോല എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം ദുഃഖങ്ങളെ. അപ്പോൾ അർജുനൻ തിരഞ്ഞെടുത്ത വഴി എന്താണ്? അതെന്താണ് ആ വഴി? വളരെ സിമ്പിൾ ആണ്, എഴുതിക്കോളൂ.
ഇപ്പൊ കൃഷ്ണകുമാരി മാതാജി ചെയ്യേണ്ട കാര്യവും അത് തന്നെയാണ്. ഇതിന്റെ ഉത്തരം തന്നെ അത് ക്ലൂ ആ ഞാൻ പറഞ്ഞത്. ദുഃഖങ്ങളെ എന്നേക്കുമായി ശമിപ്പിക്കണമെങ്കിൽ നമ്മൾ അർജുനൻ ചെയ്ത പോലെ, നമ്മളൊക്കെ അർജുനന്മാരാണ്, അർജുനൻ ചെയ്ത പോലെ തെരഞ്ഞെടുക്കേണ്ട വഴി എന്താണ്? അടുത്തത് 23. കൃഷ്ണാവബോധത്തിന്റെ വഴി അർജുനിലൂടെ എങ്ങനെ മനസ്സിലാക്കാം? കൃഷ്ണാവബോധത്തിന്റെ വഴി അർജുനിലൂടെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? The way to Krishna consciousness, how we will understand through Arjuna. അതും വളരെ സിമ്പിൾ ആണ്. ഇരുപത്തിനാലാമത്തെ ചോദ്യം. ഭഗവാൻ ഭക്തന്മാരുടെ ഇച്ഛാനുസരണം ഏതൊക്കെ വേഷങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതനാവുന്നു? ഭഗവാൻ ഭക്തന്മാരുടെ ഇച്ഛാനുസരണം ഏതൊക്കെ വേഷം സ്വീകരിക്കാൻ നിർബന്ധിതനാകുന്നു? ഇരുപത്തിയഞ്ച്. ദേഹം എന്താണെന്നും ആത്മാവ് എന്താണെന്നും ഗ്രഹിച്ചിട്ടുള്ളവർ ആരും ദേഹം എന്താണെന്നും ആത്മാവ് എന്താണെന്നും ഗ്രഹിച്ചിട്ടുള്ളവർ ആരും എന്തിനെപ്പറ്റി വ്യസനിക്കാറില്ല. ദേഹം എന്താണെന്നും ആത്മാവ് എന്താണെന്നും ഗ്രഹിച്ചിട്ടുള്ളവർ ആരും എന്ത് കാരണത്തെപ്പറ്റി വ്യസനിക്കാറേ ഇല്ല. ഈ ഒരു പ്രത്യേക ഒരു ഇതിനെപ്പറ്റി വ്യസനിക്കാറേ ഇല്ല. ദേഹം എന്താണെന്നും ആത്മാവ് എന്താണെന്നും ഗ്രഹിച്ചിട്ടുള്ളവർ ആരും എന്തിനെപ്പറ്റി വ്യസനിക്കാറില്ല. 26. ഇനിയുണ്ടോ? 30 വരെയാണ് മാതാജി. ഇത് കുറച്ച് കൂടുതലായി. 26. അറിവ് എന്നാൽ എന്താണ്? ഇനി ഒരു ഒന്നുകൂടെ. ലീവാവും. അറിവ് എന്നാൽ എന്താണ്? അറിവ് എന്നാൽ എന്താണ്? അടിസ്ഥാനത്തിലാണ് 27. ശരിക്കും ഒരാൾ വിജ്ഞാനിയാണ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ശരിക്കും ഒരാൾ വിജ്ഞാനിയാണെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ശരിക്കും ഒരാൾ വിജ്ഞാനിയാണെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇരുപത്തിയെട്ട്. ആർക്കാണ് പരിപൂർണവും ശാശ്വതവുമായ സമാധാനം ലഭിക്കുന്നത്? ആർക്കാണ് പരിപൂർണവും ശാശ്വതവുമായ സമാധാനം ലഭിക്കുന്നത്? ആർക്കാണ് പരിപൂർണവും ശാശ്വതവുമായ സമാധാനം ലഭിക്കുന്നത്? 29. മായാവാദികളുടെ ഏത് സിദ്ധാന്തത്തെയാണ് ഭഗവാൻ അംഗീകരിക്കാത്തത്? മായാവാദികളുടെ ഏത് സിദ്ധാന്തത്തെയാണ് ഭഗവാൻ അംഗീകരിക്കാത്തത്?
അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 30ാമത്തെ ക്വസ്റ്റ്യൻ. ഭഗവത്ഗീതയ്ക്കുള്ള പ്രാധാന്യം എപ്പോൾ നഷ്ടമാകും? ഭഗവത്ഗീതയ്ക്കുള്ള എപ്പോൾ നഷ്ടമാകും? ഭഗവത്ഗീതയ്ക്കുള്ള പ്രാധാന്യം എപ്പോൾ നഷ്ടമാകും? ഹരേ കൃഷ്ണ. 30 ചോദ്യങ്ങൾ കഴിഞ്ഞു. എനിക്ക് എല്ലാവരുടെയും എല്ലാത്തിനും മുഖത്തിൽ തന്നെ എല്ലാത്തിനും മനസ്സിലാക്കാൻ ഉത്തരം സാധിക്കുന്നുണ്ട്. പ്രഭു അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ എല്ലാവരുടെയും അതാ മുഖത്തിൽ നല്ലത്. നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് എഴുതി കാണുമെന്ന്. അപ്പൊ എല്ലാ സ്പേസ് ഇട്ടിട്ടുണ്ട്. എല്ലാ സ്പേസ് ഇട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ പ്രഭു പറയുമ്പോ എഴുതാം. 10ലെ പരീക്ഷ എഴുതിയപ്പോ പോലും ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. ആ ഒരു ചൂട് വരണം മാതാജി, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. മാതാജി പറഞ്ഞ സത്യമാണ്. കോളേജിലും സ്കൂളിലും കൂടി ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നു. ശരിക്കും ശരിക്കും ഒരു പരീക്ഷ പനി കിട്ടണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു ഇത് വരുന്നത്. വേറെ ഇനി ഏതെങ്കിലും പരീക്ഷ ദിവസങ്ങളിൽ ഇതുപോലെ എക്സാം നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി അതുപോലെ പരീക്ഷ പഴയതുകൊണ്ട് ഈ പ്രാവശ്യം ഒരുപാട് വായിച്ചു. രാവിലെ വൈകിട്ടും ഒക്കെ ഇരുന്ന് വായിച്ചു. പക്ഷെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. സാരമില്ല മാതാജി, ശരിക്കും അതൊക്കെ ശരിയാകും ഓട്ടോമാറ്റിക്കലി. മാതാജിക്ക് ഞാൻ വായിച്ചിട്ടില്ല, അതാക്കി പറ്റിയത് വായിച്ചെടുത്തേനു. അതെ ഇനി അല്ലേ? ഇനി പരീക്ഷ ദിവസം വയറുവേദന തലവേദന വരും, ലീവാവും. ഞാൻ പ്രഭുവിനോട് എഴുതുന്നില്ലെന്ന് വിചാരിച്ചതാ. പ്രഭുവിനോട് ഞാൻ ചോദിക്കട്ടെ, എഴുതുന്നില്ല, എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന്. പിന്നെ അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. സാരമില്ല മാതാജി, മാതാജി ക്ലാസ്സിൽ നിന്ന് പുറത്താക്കത്തൊന്നും ഇല്ല. ധൈര്യമായിട്ട് ഞാൻ 2-4 ആഴ്ചയായിട്ട് വന്നിട്ട്, പക്ഷെ ഇപ്പൊ വന്നാ പട്ടിണി പരീക്ഷണായി പോയി. ഓക്കെ. അപ്പൊ ഇതിന്റെ 50% അറ്റൻഡ് ചെയ്തവർക്ക് അല്ലെങ്കിൽ ശരിയായവർക്കും തന്നെ പാസ്ഡ് ആണ്. 50%, അതായത് 30-ൽ 15 കിട്ടിയവരും തന്നെ പാസ്ഡ് ആയിട്ട് അംഗീകരിക്കുന്നതാണ്. സാധാരണ ഇതിൽ രാധിക മാതാജിക്ക് 30-ൽ 30 കിട്ടുന്നതാണ്. ഇത് ആരൊക്കെയോ ഇറങ്ങിപ്പോയി, ആരാണെന്ന് അറിയത്തില്ല. 1 മാർക്ക് കിട്ടിയ ബാക്കി. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നിന്റെയും ഉത്തരത്തിലേക്ക് കിടക്കാം. എനിക്ക് ഉറപ്പുണ്ട് 25 മാർക്ക് കിട്ടും ഹരി ബോൾ. എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഉത്തരത്തിലേക്കാണ് ഉത്തരം ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ചോദ്യം ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന പേപ്പറെ നോക്കി വായിക്കാം. ഉത്തരത്തിന്റെ പേജിലേക്കാണ് വരുന്നത്. ഉത്തരത്തിന്റെ പേജാണ്. അപ്പം ഇപ്പൊ ആരും അത് നോക്കി തിരുത്താനൊന്നും പോകണ്ട. ഇല്ല, അങ്ങനെയും ചെയ്യില്ല. അയ്യോ, ദോഷമല്ലേ. നമ്മള് ഭഗവാന്റെ കാര്യം ഭഗവാന്റെ മുൻപിൽ നമുക്കതൊന്നും പറ്റില്ലല്ലോ. അത് കാരണം ഞാൻ വിശ്വസിക്കുകയാണ് അല്ലേ? അതൊന്നും ചെയ്യില്ല. 1 മാർക്കേ ഉള്ളെങ്കിൽ അതൊന്നും ചെയ്യില്ല. അപ്പൊ ആദ്യത്തെ ചോദ്യം, ഞാനൊക്കെ പോകാം. ഭഗവത്ഗീത 2-ാം അധ്യായം ഈ പേരിലും അറിയപ്പെടുന്നു. ഏതാണ്? സാങ്കേയോഗം. സാഖ്യയോഗം. അപ്പൊ ഉത്തരം സി ആണ്. സി എഴുതിയവർക്ക് ശരി. അപ്പൊ മാർക്ക് ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് പൊക്കോളൂ. 1 മാർക്ക്. 2, ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? 76, 72, 78, 74. ഏതാണ് ശരി? ഞാൻ 74 72. ഉത്തരം ബി ആണ്. ബി. അപ്പൊ ജ്ഞാനാംബിക മാതാജിക്ക് തെറ്റിപ്പോയി. തെറ്റി. അപ്പൊ 3, മധുസൂദന എന്ന് അർജുനൻ അഭിസംബോധന ചെയ്യാനുള്ള കാരണം? മധു എന്ന അസുരനെ അസുരനെ കൊന്നുകൊണ്ട്. അല്ല. അതല്ല, അല്ല, വ്യാമോഹം കളയാൻ വേണ്ടിട്ട് അതുപോലെ അർജുനൻ വ്യാമോഹം എന്ന അസുരനെ, കൃത്യനിർവഹണത്തിന് തടസ്സമായി നിൽക്കുന്ന വ്യാമോഹം എന്ന അസുരനെ നശിപ്പിക്കുക. അതുകൊണ്ടാണ്. അതായത് മധുസൂദൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം മധു എന്ന അസുരനെ നശിപ്പിച്ചത് കൊണ്ടാണ്, ഇല്ലാതാക്കിയത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ അർജുനൻ എന്തുകൊണ്ടാണ് ഭഗവാനെ മധുസൂദന എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കൃത്യനിർവഹണത്തിന് തടസ്സമായി നിൽക്കുന്ന വ്യാമോഹം എന്ന അസുരനെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അപ്പൊ അർജുനന് എന്താണ് കൃത്യനിർവഹണം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ആ ഒരു ഇല്ല. മധുസൂദൻ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ, അർത്ഥമാണ് ചോദിച്ചതെങ്കിൽ മാതാജിക്ക് മാർക്ക് തരാറ്. ഇത് അർത്ഥമല്ല ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ടാണ് അർജുനൻ അങ്ങനെ അഭിസംബോധന ചെയ്തതെന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. 4-ാമത്തേത്,
ആത്മസാക്ഷാത്കാരം എപ്പോൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ? എ, ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് വിചാരിക്കുമ്പോൾ. ബി, കർമ്മഫലേച്ഛ ഇല്ലാതെ തന്റെ മൂലസ്വരൂപത്തിന്റെ സങ്കല്പത്തിൽ വർദ്ധിക്കുമ്പോൾ. ഉത്തരം ബി ആണ്. കർമ്മഫലേച്ഛ ഇല്ലാതെ തന്റെ മൂലസ്വരൂപത്തിന്റെ സങ്കല്പത്തിൽ വർദ്ധിക്കുമ്പോൾ. മൂലസ്വരൂപത്തിന്റെ സങ്കല്പം എന്താണ്? ഞാൻ ഭഗവാന്റെ അംശമാണ് എന്നുള്ള സങ്കല്പത്തിൽ വർദ്ധിക്കുന്നു. അപ്പോഴാണ് ആത്മസാക്ഷാത്കാരം കിട്ടുകയുള്ളൂ. അടുത്തത് 5, നിരപേക്ഷ തത്വ സാക്ഷാത്കാരം 3 വിധത്തിലാണ്. അവ ഏതെല്ലാം? ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. അതാണ് എഴുതിയത്. ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവാകാം, പരമാത്മാവ് ഭഗവാൻ. ഭഗവാൻ. ആത്മാവ്, പരമാത്മാവ്, ഭഗവാൻ, അല്ലെങ്കിൽ ബ്രഹ്മം, പരമാത്മാവ്, ആത്മാവ്, അല്ല ഭഗവാൻ. ഇത് 3 എഴുതിയാലും ശരി. ആത്മാവേദി ഭഗവാൻ ഇതി അങ്ങനെ പറയില്ലേ? ഇനി 6ാമത്തെ ചോദ്യം. പരമസത്യത്തിന്റെ 3 ഭാവങ്ങളെ എന്തിനോട് ഉപമിക്കുന്നു? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. അതിലെ ബ്രഹ്മസാക്ഷാത്കാരത്തിനെ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിനെ എന്തിനോടാണ് ഉപമിക്കുന്നത്? സൂര്യപ്രകാശം. പരമാത്മ സാക്ഷാത്കാരത്തെ സൂര്യോപരിതലം. ഭഗവാൻ സാക്ഷാത്കാരത്തിലെ സൂര്യഗോളത്തിന്റെ അകം. സൂര്യബിംബത്തിന്റെ ഉൾവശം. ഉള്ളിൽ കിടക്കുന്ന പ്രഭു ആ ഉദാഹരണം മാത്രം എഴുതി ആരുമാർക്കാണ്? സൂര്യപ്രകാശം, സൂര്യോപരിതലം, അങ്ങനെ അങ്ങനെ മാർക്ക് അത്രയെങ്കിലും എഴുതിയല്ലോ. ഉദാഹരണം സൂര്യനാണ്. അപ്പം സൂര്യപ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ബ്രഹ്മൻ സാക്ഷാത്കാരം. സൂര്യോപരിതലം എന്ന് പറഞ്ഞാൽ നമ്മള് വൈകുണ്ഠവരം വരെ പരമാത്മ സാക്ഷാത്കാരം. ഫുൾ മാർക്ക്. എഴുതിയാലും കുഴപ്പമില്ല. അതിന്റെ ഉൾവശമാണ് ശരിക്കും സൂര്യഗോളത്തിന്റെ ഉൾവശം. എന്നാലും മാതാജിക്ക് ഫുൾ മാർക്ക്. പ്രഭു സൂര്യപ്രകാശത്തെ നേടിയാണ്. സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരമാണ്, ബ്രഹ്മസാക്ഷാത്കാരം. സൂര്യോപരിതലം എന്ന് പറഞ്ഞാൽ പരമാത്മാ സാക്ഷാത്കാരം. സൂര്യഗോളത്തിന്റെ അകവശം അത് ഭഗവാൻ സാക്ഷാത്കാരം. അടുത്തത് 7ാമത്തെ ചോദ്യം. ഏറ്റവും ഉന്നതരായ അതീന്ദ്രിയ ജ്ഞാനികൾ പരമസത്യത്തിന്റെ ഏത് ഭാവത്തെ പ്രാപിച്ചവരാണ്? ഭഗവാൻ സാക്ഷാത്കാരത്തെ. സൂര്യഗ്രഹത്തെ കുറിച്ച് അറിഞ്ഞവർ എഴുതി വെച്ചത്. അതിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സൂര്യഗ്രഹത്തെ കുറിച്ച് അറിഞ്ഞവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകില്ല മാതാജി. അത് എക്സാമ്പിൾ മാത്രമാണ്. അത് എന്താണ്? ഭഗവാൻ സാക്ഷാത്കാരത്തിലേക്കാണ് എത്തുന്നത് അല്ലേ? അടുത്തത് 7ാമത്തെ ചോദ്യം. ഏറ്റവും ഉന്നതരായ അത് പറഞ്ഞു. 8ാമത്തേത്. പരാശരമുനി ഭഗവാൻ എന്ന വാക്കിന്റെ നിർവചനം എങ്ങനെയാണ് കൊടുത്തത്? പറയട്ടെ. പറഞ്ഞോളൂ. സമ്പത്ത്, ശക്തി, യശസ്, സൗന്ദര്യം, ജ്ഞാനം, ത്യാഗം. അതെ, സമ്പത്ത്, ശക്തി, യശസ്, 6 ഷഡൈശ്വര്യങ്ങൾ എന്ന് പറയും. ഭഗവാന്റെ ഷഡൈശ്വര്യങ്ങൾ. ആധികാരികമായിട്ട് പറഞ്ഞത് ഭഗവാൻ എന്നുള്ള വാക്കിന്റെ നിർവചനം കൊടുത്തത് പരാശരമുനിയാണ്. സമ്പത്ത്, സർവസമ്പത്തിന്റെ ഉടമ, യശസ്, സർവസൗന്ദര്യം, സർവജ്ഞാനം, സർവത്യാഗം അല്ലെങ്കിൽ വൈരാഗ്യം. വൈരാഗ്യം ഒന്ന് തന്നെയാണ്. അപ്പൊ ഇത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ആളെയാണ് ഭഗവാൻ എന്ന് പറയാനായിട്ട് യോഗ്യതയുള്ളൂ. അത് പൂർണ്ണമായിട്ടുള്ള ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. സമ്പത്തിന് പകരം ധനം എഴുതി അതൊന്നും കുഴപ്പമില്ല മാതാജി. അതൊക്കെ ഒന്ന് തന്നെയാ. ഈ ത്യാഗത്തിന് പകരം വൈരാഗ്യം എഴുതിയാലും ശരിയാണ്. ജ്ഞാനത്തിന് പകരം അറിവ് എഴുതിയാലും ശരിയാണ്. യശസ്സിന് പകരം കീർത്തി എഴുതിയാലും ശരിയാണ്. അപ്പൊ 6 എണ്ണം ഉണ്ടോ എണ്ണി നോക്കുക കേട്ടോ. 6 എണ്ണം ഉണ്ടോ എണ്ണി നോക്കുക. ഷഡൈശ്വര്യം. അടുത്തത് 9ാമത്തെ ചോദ്യം. ഇവിടെ പറഞ്ഞ അവതാരങ്ങളെല്ലാം പരമപുരുഷന്റെ പൂർണ്ണാവതാരങ്ങളോ അംശാവതാരങ്ങളോ മാത്രം. കൃഷ്ണനാവട്ടെ സർവോത്കൃഷ്ട ഭഗവാൻ തന്നെയാണ് എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എ, ബ്രഹ്മസംഹിത, ബി, ഭഗവത്ഗീത, സി, കഠോപനിഷത്ത്, ഡി, ഭാഗവതം. അല്ല, ഭാഗവതാണ്. ഡി ആണ് ഉത്തരം. ഡി. ഏതോ ചാംസകലാം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് പറയുന്നത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അതായത് അവതാരങ്ങൾ അനവധിയാണ്. പക്ഷെ കൃഷ്ണൻ സർവോത്കൃഷ്ട ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്ന ശ്ലോകം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം.
അത് ശ്രീമദ് ഭാഗവത്തിലാണ് പറയുന്നത്. ബ്രഹ്മസംഹിതയിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. പക്ഷെ പർട്ടിക്കുലർലി ഞാൻ ഈ പറഞ്ഞ വിവർത്തനം എവിടെയാ പറയുന്നത്? ഭാഗവതത്തിലാണ്. ഭാഗവതത്തിൽ അടുത്ത 10ാമത്തെ ചോദ്യം. സംസ്കാരമുള്ള ഒമ്പത് വ്യക്തികൾ മാത്രം ചെയ്യുന്ന ആളുകളെ ഭഗവാൻ എന്ത് പേരിലാണ് വിളിക്കുന്നത്? എ ആര്യൻ, ബി ധന്യാത്മൻ, സി പ്രിയൻ, ഡി അഭിമതൻ. ആര്യൻ ആര്യനല്ലേ? എ ആണ് ഉത്തരം, ആര്യൻ. ശരിയായിട്ടുള്ള ഉത്തരം എ. ആര്യൻ ആര്യൻ അതൊക്കെ 11 ഓർമ്മയുണ്ട്. ഭൗതിക ബന്ധനങ്ങളിൽ പ്രഭു 9 ഡി ആണോ ഡി ആണോ? ഡി എ. ഡി ഡി 9 9 ഡി. 9 9 ഡി. 4ാമത്തെ ഉത്തരം ഡി. 9 ഡിയാ ഭാഗവതമല്ല. ഭാഗവതം. ഭാഗവതം. ഞാൻ അടുത്തത് 10 11. ആര്യൻ. 11 ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മോചിതനാവാൻ അറിയാത്തവരെ എന്ത് വിളിക്കുന്നു? ആര്യൻ. അനാര്യൻ അനാര്യൻ. 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 ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മോചിതനാവാൻ അറിയാത്തവരെ എന്ത് വിളിക്കുന്നു? അനാര്യൻ. വളരെ എളുപ്പമായിരുന്നു. അതിന്റെ തൊട്ട് മുൻപത്തെ ഓപ്പോസിറ്റ്. അടുത്തത് കുന്തിദേവിയുടെ 12ാമത്തെ ചോദ്യം. കുന്തിദേവിയുടെ പുത്രനായതുകൊണ്ട് മാത്രം അർജുനന് കിട്ടിയ 2 പേരുകൾ കൗന്ദേയൻ, പാർത്ഥൻ. കൗന്ദേയനും പാർത്ഥനും കൗന്ദനും. കൗന്ദേയൻ പാർത്ഥൻ. പൃഥെന്ന് പാർത്ഥൻ. സർവസാജിയില്ലേ? അതായത് കുന്തി ഭോജ മഹാരാജാവിന്റെ സർവസാജിന്നില്ലേ? എല്ലാരും സർവസാജിന്നില്ല. സൗണ്ട് കുറയ്ക്കും. പുത്രാന്ന് വിളിക്കുന്നുണ്ട്. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യൂ. സർവ്വസാജി. ബഹളായി പോന്നു. അപ്പം കുന്തി ഭോജ മഹാരാജാവിന്റെ ദത്തുപുത്രി ആയതുകൊണ്ട് കുന്തി മഹാറാണി എന്ന് പേര് കിട്ടി. അപ്പൊ കുന്തി മഹാറാണിയുടെ പുത്രനായതുകൊണ്ട് കൗന്ദയൻ. ഇതുപോലെ ഈ കുന്തി മഹാറാണിയുടെ ശരിക്കുള്ള പേര് പൃഥ എന്നായിരുന്നു. പൃഥയുടെ മോനായിരുന്നു. പുത്രനായതുകൊണ്ട് പാർത്ഥൻ. പൃഥയുടെ മോനായിരുന്നു പാർത്ഥൻ. ഓക്കെ. അടുത്തത് സർവസാജി അടുത്ത സർവസാജി ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ല. പേരൊക്കെ തന്നെ ശരിയാണ്, അർജുനന്റെ പേരാണ്, പക്ഷെ ഡിഫറെന്റ് ആണ്. നമ്മൾ ഇവിടെ ഉദ്ദേശിച്ച അതല്ല. പ്രഭു എനിക്ക് ഒരെണ്ണം തെറ്റിപ്പോയി. പാർത്ഥൻ എഴുതാമെന്ന് പൃഥൂന്ന് എഴുതി. പകുതിയല്ലേ കിട്ടൂ മാർക്ക്? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, പകുതിയേ ഉള്ളൂ. അടുത്തത് എനിക്ക് സർവസാജി ഉഗ്രസേന. അല്ല അരമാർക്കിട്ടൂലേ? പാർത്ഥനെ ഒന്ന് കുന്തിപുത്രനും എഴുതിയതാ, പര കിട്ടൂലേ? അര മാർക്ക് കിട്ടും മാതാജി. അടുത്തത് 13ാമത്തെ ശ്രീകൃഷ്ണന്റെ പിതാമഹൻ ആരാണ്? ഉഗ്രസേന മഹാരാജാവാണ്. 13ാമത്തെ ഉത്തരം ഉഗ്രസേന മഹാരാജാവ്. 14 വൈദിക നിയമങ്ങൾ അനുസരിച്ചിട്ട് എങ്ങനെയുള്ള ഗുരുവിനെ ഉപേക്ഷിക്കാം? കൃഷ്ണാവബോധം ഇല്ലാത്തന്നാ ഞാൻ എഴുതിയത്. അല്ല, ദുഷ്കൃതം ചെയ്യുന്നവനും വിവേകം നശിച്ചവനുമായ ഗുരുവിനെ ഉപേക്ഷിക്കാം. വൈദിക ഗ്രന്ഥങ്ങൾ അനുസരിച്ചിട്ട് എങ്ങനെയുള്ള ഗുരുവിനെ ഉപേക്ഷിക്കാന്ന്? ദുഷ്കൃതം ചെയ്യുന്നവനും വിവേകം നശിച്ചവനുമായ ഗുരു. ഗുരുവിനും ദുഷ്കൃതിയും അവിവേഹിയുമായ. ശരിയാണ് മാതാജിക്ക് ഫുൾ മാർക്ക്. അത്രയും മതി. ചോദ്യം തെറ്റിപ്പോയി. അടുത്തത് 15 ഭഗവത്ഗീതയിലെ ഏത് ശ്ലോകത്തിലാണ് അർജുനൻ ഭഗവാനെ ഗുരുവായി അംഗീകരിച്ചത്? 2.7 എഴുതണം. വെറുതെ 7 എന്ന് പറഞ്ഞാൽ പോരാ. 2.7 വെറും 7 എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത 700 ശ്ലോകങ്ങളിലുള്ള 7ാമത്തെ ശ്ലോകമാണോ അത്? അല്ലല്ലോ. അപ്പൊ 2 അധ്യായം 2 7 എന്ന് എഴുതിയാൽ ശരിയാണ്. 2 എഴുതിയാൽ ശരിയാണ് മാതാജി. അല്ലാതെ വെറും 7 എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത്ഗീതയിലെ 7ാമത്തെ ശ്ലോകമാണോ? ഇല്ല. കാർപ്പണ്യ ദോഷ. 16ാമത്തെ ചോദ്യം. താൻ ആഗ്രഹിക്കാതെ തന്നെ വന്നുപെടുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആരുടെ സഹായം നേടണമെന്നാണ് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും പറയുന്നത്? നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കാതെ കേട്ടോ. കേൾക്കുന്നവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആകും. വളരെ സാവധാനം പതുക്കെ മാത്രം എല്ലാവരോടും ഒരുമിച്ച് പറയാതെ ഓരോരുത്തർ പറയുക. താൻ ആഗ്രഹിക്കാതെ വന്നുപെടുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആരുടെ സഹായം നേടണമെന്നാണ് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും പറയുന്നത്? എ ഭഗവാന്റെ, ബി സുഹൃത്തിന്റെ, സി ആത്മീയാചാര്യന്റെ, ഡി എല്ലാം ശരിയാണ്. സി ആത്മീയാചാര്യൻ.
അതെ സി ആത്മീയാചാര്യൻ. ആചാര്യന്റെ ആത്മീയാചാര്യന്റെ. ഞാൻ എഴുതിയത് ഗുരുമുഖേന ഭഗവാന്റെ. അത് ശരിയാണോ പ്രവൃത്തി? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സി ആത്മീയാചാര്യന്റെ. അതാണ് ഗുരു ശരിയായിട്ടുള്ള ഉത്തരം. 17 ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ മനുഷ്യജന്മത്തെ ശരിയാ. വേണ്ട വിധം ഉപയോഗിക്കാത്തവരെ എന്ത് വിളിക്കുന്നു? കൃപാണൻ. 17 കൃപണൻ. കൃപണൻ. ഞാൻ കൃപണൻ പറഞ്ഞില്ലേ നല്ലൊരു പേരാണെന്ന്. ഞാൻ കൃപണൻ. കൃപണൻ. ഞാൻ മൂടൻ ആ, മൂടൻ കൃപണൻ. 18 ഏത് മൂടൻ സത്യം എഴുതി. 18 ഏത് സത്യം ഗ്രഹിക്കാതെ ഭഗവത്ഗീത പഠിക്കാൻ ശ്രമിക്കുന്നവരെയാണ് ശ്രീല പ്രഭുപാദർ പമ്പര വിഡ്ഢികൾ എന്ന് വിളിക്കുന്നത്? കൃഷ്ണനിൽ കൃഷ്ണാവബോധമാണോ പ്രഭു? അച്ഛൻ കൃഷ്ണാവബോധം വൈഷ്ണവനല്ലാത്ത കൃഷ്ണാവബോധം ഇല്ലാത്തവനെ. എന്താണ്? കൃഷ്ണനിൽ അന്തർഗതൻ ബഹിർഗതൻ എന്ന വ്യത്യാസം ഇല്ല എന്ന സത്യം അല്ലേ? കൃഷ്ണാവബോധം ശരിയാണോ പ്രഭു? അല്ലേ? കൃഷ്ണനിൽ വൈഷ്ണവനല്ലാത്ത കൃഷ്ണാവബോധം ഇല്ലാത്തവനെ. അതും ശരിയാണ്. അപ്പം നമ്മൾ അന്തർഗതൻ ബഹിർഗതൻ എന്നൊക്കെയുള്ള ആ ഒരു വ്യത്യാസം ഒക്കെ വിചാരിക്കുന്ന ആൾക്കാരെയും ഇങ്ങനെ പമ്പര വിഡ്ഢികൾ എന്ന് വിളിക്കുന്നു അല്ലേ? അതെ. അപ്പം മാതാജി പറഞ്ഞ ഉത്തരം ഏതാണ്? കൃഷ്ണാവബോധം ഇല്ലാതെ. ഓക്കെ, അതും നമുക്ക് ശരിയായിട്ട് വേണമെങ്കിൽ അംഗീകരിക്കാം. അപ്പം ഈ പിന്നെ എന്താണ് അന്തർഗതൻ ഭഗവാൻ ബഹിർഗതൻ എന്നുള്ള മാത്രമാണ് വ്യത്യാസത്തോടു കൂടി ഈ പറയുന്ന ആൾക്കാരെയാണ് എന്താണ് പമ്പര വിഡ്ഢികൾ എന്ന് വിളിക്കുന്നത്. അടുത്ത 19-ാമത്തേത് സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ പരിഗണിക്കാതെ കൃഷ്ണാവബോധത്തിൽ നൈപുണ്യം ആർജിച്ച ഒരു വ്യക്തിയല്ലാതെ മറ്റാർക്കും ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവാകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ആള് എ ചൈതന്യ മഹാപ്രഭു, ബി വേദവ്യാസൻ, സി സുഖബ്രഹ്മർഷി, ഡി ചാണക്യ പണ്ഡിതൻ. ചൈതന്യ മഹാപ്രഭു. എ ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു അല്ലേ? ഉത്തരം ചൈതന്യ എ ചൈതന്യ മഹാപ്രഭു. അത് കറക്റ്റാ. 20-ാമത്തെ ചോദ്യം. ഒരാൾ നീചകുലത്തിൽ പിറന്നവനായാലും കൃഷ്ണാവബോധം ഉൾക്കൊള്ളുന്നുവെങ്കിൽ അഥവാ വൈഷ്ണവനാണെങ്കിൽ അദ്ദേഹത്തിന് ആത്മീയ ആചാര്യനാവാം എന്ന് ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത്? എ അഗ്നിപുരാണം, ബി പത്മപുരാണം. കേതോശ്വരോപനിഷത്ത്, ഡി കഠോപനിഷത്ത്, ഡി പത്മപുരാണം. പത്മപുരാണത്തിലാണ് പറയുന്നത്. അതെ അതെ 20-ാമത്തേന് ഉത്തരം ഡി ആണ്, പത്മപുരാണം. പത്മപുരാണം. ഇന്നാള് ഒന്ന് ക്വസ്റ്റ്യൻ വന്നതായിരുന്നു നേരത്തെ. 21 പത്മപുരാണം. യഥാർത്ഥ ആനന്ദം നേടണമെങ്കിൽ എന്ത് ചെയ്യണം? 21 ഭഗവത് സേവനമാണോ? അല്ല, ഭഗവാൻ കൃഷ്ണനെ അവർ അല്ലെങ്കിൽ കൃഷ്ണ സിദ്ധാന്തം ഉൾക്കൊള്ളുന്ന ഭഗവത്ഗീത, ഭാഗവത എന്നീ ഗ്രന്ഥങ്ങളെ കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്ന കൃഷ്ണാവബോധം ലഭിച്ച വ്യക്തിയിൽ കൂടി സമീപിക്കുക തന്നെ വേണം. കൃഷ്ണാവബോധത്തോടെ ഭഗവാനെ ഭജിക്കണം എന്നാ എഴുതിയേ. ഭഗവാനെ കൃഷ്ണാവബോധം കൃഷ്ണ കൃഷ്ണാവബോധം സിദ്ധാന്തം ഉൾക്കൊണ്ട് ഉൾക്കൊള്ളുന്ന ആത്മീയ ഭഗവത്ഗീത ഗ്രന്ഥങ്ങളെ കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്ന കൃഷ്ണാവബോധം ലഭിച്ച വ്യക്തിയിൽ കൂടെ തന്നെ സ്വീകരിച്ചാൽ മാത്രമേ ഉള്ളൂ യഥാർത്ഥ ആനന്ദം കിട്ടുള്ളൂ. അങ്ങനെ അതായത് അപ്പൊ ഭഗവത് ഭഗവാൻ കൃഷ്ണനെ അങ്ങനെ നമുക്ക് വേഗം ഒന്നും കിട്ടത്തില്ലല്ലേ? അപ്പൊ ഭഗവാന്റെ കൃഷ്ണ സിദ്ധാന്തവും അതുപോലെ തന്നെ ഈ പറയുന്ന ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനങ്ങളും ഒക്കെ ഒരു യഥാർത്ഥ കൃഷ്ണാവബോധം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടിയ, അതായത് യഥാർത്ഥ ഒരു ഗുരുവിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്താണ് ആ പരമമായ ആനന്ദം ലഭിക്കുകയുള്ളൂ. അതാണ് ഉദ്ദേശിച്ചത്. ഇനി അതിന് സബ്സിഡിയർ ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഇതിനോട് തുല്യമായിട്ടുള്ള എന്തെങ്കിലും എഴുതി വെച്ചെങ്കിൽ അതിന് മാർക്ക് കൊടുക്കുക. ഇതിപ്പോ ഈ ഞാൻ പറഞ്ഞ ആശയത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ. ഭഗവാൻ അതൊന്നും പറ്റില്ല. കൃഷ്ണാവബോധം ഉൾക്കൊണ്ട് ആത്മീയ ജ്ഞാനിയിൽ നിന്ന് എഴുതിയാലോ? അത് കുഴപ്പമില്ല. മാതാജിക്ക് മാർക്ക്. ശ്രീരഞ്ജിനി മാതാജി എന്തായിരുന്നു എഴുതിയത്? ഭഗവാന്റെ കൃഷ്ണനിൽ ശരണാഗതി. ശരണാഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 മാർക്കിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഭഗവാനിൽ ആശ്രയിക്കണം. സേവനങ്ങളും ചെയ്യുന്ന വിധി അങ്ങനെ ഭഗവാന് ശിഷ്യപ്പെടണമെന്ന് പറഞ്ഞാലോ? ഏതാ? ഭഗവാന് ശിഷ്യപ്പെടണം. ഭഗവാൻ അല്ല ശിഷ്യപ്പെടുന്ന, ഭഗവാന്റെ ഒരു വിശ്വസ്ത ഭക്തനായ ഒരു ഗുരുവിന് അല്ലെങ്കിൽ കൃഷ്ണാവബോധം ഉൾക്കൊള്ളിച്ച ഒരു വ്യക്തിയെ സമീപിക്കുക വേണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശരണാഗതി പ്രാപിക്കണം. ഭഗവാന് ശരണാഗതി അല്ല, ഗുരുവിൽ ശരണാഗതി. അപ്പൊ ഗുരുവാണ് നമുക്ക് ഭഗവാനെ തരുന്നത്. അടുത്ത 22-ാമത്തേത്. കൃഷ്ണാവബോധത്തോടെ ഭഗവാനെ ഭജിക്കണം നിങ്ങൾ തെറ്റാ? അത് മാതാജി 1/2 മാർക്ക് ഇരിക്കട്ടെ. 22-ാമത്തെ ചോദ്യം. ഞാനും അങ്ങനെ ഇരിക്കുന്ന പ്രഭു ഭഗവാന്റെ നാമം മാതാജിക്ക് 1/2 മാർക്ക് ഇരിക്കട്ടെ. 22 ദുഃഖങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിക്കണമെങ്കിൽ അർജുനൻ ചെയ്യുന്നത് പോലെയുള്ള എന്ത് പ്രവൃത്തി ചെയ്യണം? അടിയറവ് ചെയ്യുക, സമർപ്പണം ചെയ്യുക.
കൃഷ്ണനെ സർവാത്മന ആശ്രയിക്കണം. സർവാത്മന അല്ല, സർവാത്മന സർവാത്മന ആശ്രയിക്കണം. 22. ഇതിന് സമാനമായിട്ടുള്ള അർത്ഥം വരുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്നോട് ഇനി അത് പറയണ്ട, നിങ്ങൾ അതിന് 1 മാർക്ക് കൊടുത്തോളൂ. കൃഷ്ണനെ സർവാത്മന ആശ്രയിക്കണം. ഇനി അത് ഓരോരുത്തരും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബഹളാകും, കലവിലയാകും. അപ്പൊ ഇതുമായിട്ട് സമാനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതിന് മാർക്ക് കൊടുത്തോളൂ. 22. ഭഗവാനെ സ്മരിച്ച് ജീവിക്കണം. ആ ശരിയല്ലേ ശരിയാണ് പ്രഭു? മാതാജി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ശരിയാണ്. പൂർണ്ണമായി ഭഗവാനെ സമർപ്പണം ചെയ്യുക. ഹരി ബോൽ, ഹരേ കൃഷ്ണ. ദാസ്യഭാവം തന്നെ. ദാസ്യഭാവം ഞാൻ പറയുന്നത്. അടിയറവ് വെച്ച് ഭഗവാനിൽ പ്രാപിക്കുക. അങ്ങനെയാണേലും കുഴപ്പമില്ല. അതെ, ദാസ്യഭാവം പ്രഭുജി. കുഴപ്പമില്ല മാതാജി. 22. 23. ദുഃഖങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിക്കണമെങ്കിൽ അർജുനൻ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യണം? പ്രഭു അത് പറഞ്ഞു. 22 പറഞ്ഞു. 23. 23. കൃഷ്ണാബോധത്തിന്റെ വഴി അർജുനിലൂടെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? തന്റെ പ്രശ്നങ്ങൾക്ക് വ്യക്തമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് അർജുനൻ കൃഷ്ണനോട് അപേക്ഷിച്ചു. അതുപോലെ തന്നെ നമ്മളും അതുപോലെ തന്നെ അപേക്ഷിക്കണം. ഭഗവാനെ ആശ്രയിക്കുക എന്ന് ഒറ്റ വാക്കിൽ എഴുതിയാലും മതി. തന്റെ പ്രശ്നങ്ങൾ ഭഗവാനിൽ ശരണം പ്രാപിക്കുക. ഭഗവാനിൽ ശരണം ഭഗവാനെ സ്വയം സമർപ്പണം ചെയ്യുക. അടുത്ത ഭഗവാനിൽ സ്വയം സമർപ്പണം ചെയ്യുക. അതെ. 24ാമത്തെ ചോദ്യം. ഭഗവാൻ ഭക്തന്മാരുടെ ഇച്ഛാനുസരണം ഏതൊക്കെ വേഷങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതരാകുന്നു? സുഹൃത്തെ, പുത്രൻ, സുഹൃത്തെ, പുത്രൻ, ദാസനായും ഫ്രണ്ടായും വാത്സല്യമുള്ള പുത്രൻ, മകനായും കാമുകൻ. എല്ലാ തരത്തിലും. കാമുകനായിട്ട് ആർക്കാണ്? മാധുര്യ രസത്തോടു കൂടി ഗോപികമാരുടെ അടുക്കല്, മകനായിട്ട് വാത്സല്യ രസത്തോടു കൂടി യശോദാമായി, ദേവകി മാതാവ്, നന്ദഗോപര, വസുദേവര് ഇവരുടെയൊക്കെ അടുത്ത് സുഹൃത്തായി സുധാമയ്ക്കും അതുപോലെ തന്നെ മധുമംഗള, പിന്നെ വേറെയാണ്, പിന്നെ ആർക്കാണ്? അർജുനന്. ഇവർക്കൊക്കെ സുഹൃത്തായി. സാരഥിയുണ്ടോ? സാരഥിയുണ്ടോ പ്രഭു? ഇല്ല, സാരഥി ഇല്ല. അല്ല പ്രഭു, ഭക്തൻ ആഗ്രഹിക്കുന്ന പോലെ ഭഗവാൻ അങ്ങനെ ചെയ്താൻ പറ്റില്ല. അല്ല, ഇവിടെ പ്രത്യേകിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഭാവങ്ങളിലാണ് ഭഗവാൻ വരുന്നതെന്ന്. അപ്പൊ ഭഗവാന്റെ സാഖ്യരസം, മാധുര്യരസം, വാത്സല്യരസം, ഈ 3 രസമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൂട്ടുകാരനെ എഴുതിയുള്ളൂ പറഞ്ഞു. അപ്പൊ അതിന് എത്ര കിട്ടും? എത്ര മാർക്ക് വരും? 1/2 മാർക്ക്. പ്രഭു സുഹൃത്തും മകനും മാത്രം എഴുതി. മാർക്കുണ്ടോ? സുഹൃത്തും മകനും മകൻ. മാതാജിക്ക് 1/2 മാർക്ക്. അടുത്തത് എത്രാമത്തെ ചോദ്യമാണ്? 25ാമത്തെ ചോദ്യം. 25ാമത്തെ ചോദ്യം എന്തായിരുന്നു? ദേഹം എന്താണെന്നും ആത്മാവ് എന്താണെന്നും ഗ്രഹിച്ചിട്ടുള്ളവർ ആരും എന്തിനെപ്പറ്റി വ്യസനിക്കാറില്ല? ജീവിക്കുന്നതോ മരിച്ചതോ ആയ ശരീരത്തെ പറ്റി വ്യസനിക്കാറില്ല. അതായാലും കുഴപ്പമില്ല മാതാജി എഴുതിയത്. ഏകദേശം അർത്ഥം വരുന്നതാണ്. ജീവിക്കുന്നതോ മരിച്ചതോ ആയ ശരീരത്തെ പറ്റി, ജീവിക്കുന്നതോ മരിച്ചതോ ആയ ശരീരത്തെ ജീവിതത്തെ പറ്റി ശരിയാണോ പ്രഭു? എന്താണ്? ജീവിതത്തെ പറ്റിയോ മരണത്തെ പറ്റിയോ? അപ്പൊ അതില് പകുതി ശരിയായിട്ടുള്ള ഒരു 1/2 മാർക്ക്. ഇനി അടുത്തത് 26. അറിവ് എന്നാൽ എന്താണ്? പദാർത്ഥത്തിനെയും ജീവാത്മാവിനെയും രണ്ടിന്റെയും നിയന്താവായ പരമപുരുഷനെ പറ്റിയുള്ള ജ്ഞാനമാണ് അറിവ് എന്ന് പറയുന്നത്. പദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ മെറ്റീരിയൽ, ഭൗതിക ലോകം അല്ലെ? അതിനെ, ജീവാത്മാവിനെയും രണ്ടിന്റെ നിയന്താവായ പരമപുരുഷനെ കുറിച്ചുള്ള ജ്ഞാനത്തെയാണ് ശരിക്കുള്ള. അല്ല, അതൊക്കെ തെറ്റാണ്. പ്രഭു ഇത് എഴുതിയാൽ മതിയോ? ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, തമ്മിലുള്ള എന്താണ് ഒരു ബന്ധം? അതെഴുതിയാലും ശരിയാണ് മതി. അതെഴുതിയാലും ശരിയാണ്. 27. ശരിക്കും ഒരാൾ വിജ്ഞാനിയാണ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആത്മാവിനെ പോലെ പ്രാധാന്യം ശരീരത്തിനില്ലെന്ന എന്ന് മനസ്സിലാക്കിയ ആളെയാണ് വിജ്ഞാനി എന്ന് പറയുന്നത്. ആത്മാവിനെ പോലെ പ്രാധാന്യം ശരീരത്തിനില്ല
എന്ന് മനസ്സിലാക്കിയ വ്യക്തികളാണ് വിജ്ഞാനി എന്ന് പറയുന്നത്. ശരിക്കുള്ള ജ്ഞാനം അതാണ്. ശരിക്കുള്ള ജ്ഞാനത്തിനാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. കൃഷ്ണാവബോധത്തോടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ കൃഷ്ണാവബോധത്തോടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയും നമുക്ക് വേണേ പറയാം. ജ്ഞാനം എന്ന് പറയാൻ പറ്റും. ആത്മജ്ഞാനം. ആത്മജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിയാണ്. ഓക്കെ, അറിവിന്റെയും ഭക്തിയുടെയും പ്രഭു അറിവിന്റെയും ഭക്തിയുടെയും അടിസ്ഥാനത്തിൽ അതെ, അറിവിന്റെയും ഭക്തിയുടെയും അടിസ്ഥാനത്തിൽ അത് ശരിയാവോ? അറിവിന്റെയും ഭക്തിയുടെയോ ഭക്തിയുടെയും അടിസ്ഥാനത്തിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല മാതാജി. അതൊരു 1/2 മാർക്ക്. 28 ആർക്കാണ് പരിപൂർണവും ശാശ്വതവുമായ സമാധാനം ലഭിക്കുന്നത്? 28 ഭക്തർക്ക് ഭഗവാനിൽ പരിപൂർണ സമർപ്പണം ചെയ്യുന്നവർക്ക്. ഉള്ളിലും പുറത്തും ഒരേ പരമപുരുഷനെ കാണിക്കാൻ സാധിക്കുന്ന ആൾക്ക്, കാണാൻ സാധിക്കുന്ന പ്രഭു കൃഷ്ണാവബോധമുള്ളവർക്കെന്ന് എഴുതിയാലോ? കൃഷ്ണാവബോധമുള്ളവർക്ക് ഞാൻ പറഞ്ഞു ഭഗവാനിൽ പരിപൂർണ സമർപ്പണം ചെയ്യുന്നവർക്ക്. അതൊക്കെ ശരിയാണ്. പക്ഷെ ശരിക്കും ഭഗവാന്റെ ഭക്തർക്ക് എന്നാണ് വെച്ചാലോ പ്രഭു, ഭഗവാന്റെ ഭക്തർക്കാണെങ്കിലും ഉള്ളിലും പുറത്തും ഒരുപോലെ പരമപുരുഷനെ കാണാൻ സാധിക്കുന്ന ആൾക്ക്, ഉള്ളിലിരിക്കുന്നതും പരമപുരുഷനാണ്, പുറത്തുള്ളതും പരമപുരുഷന്റെ അംശങ്ങളാണെന്ന് കാണാൻ സാധിക്കുന്നത്. ഇതുമായിട്ട് സിമിലർ ആണെങ്കിൽ പൂർണ്ണമായിട്ട് മാർക്ക്. ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ 1/2 മാർക്ക്. ഓക്കെ, അടുത്തത് അതാണ് പരമാത്മാണോ പ്രഭു? അങ്ങനെ എഴുതിയല്ലോ, ജീവാത്മാ പരമാത്മാ. പരമാത്മാ, ബാക്കി എന്താ? ജീവാത്മാ പരമാത്മാ. വെറും ജീവാത്മാ പരമാത്മാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ കണ്ടിന്യൂഷൻ, അത് സെന്റൻസ് പൂർത്തിയാക്കും മാതാജി. ഇത് ജീവാത്മാവും പരമാത്മ തത്വം. ഇതായിരുന്നു ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള തത്വം. അറിയുന്നവൻ എന്തറിഞ്ഞാലാണോ എല്ലാം അറിയേണ്ടത് എന്ന് അറിയുന്ന. ഇനിയൊന്നും എന്തറിഞ്ഞാലാണോ ഇനിയൊന്നും അറിയേണ്ടതില്ലാത്തത്. അത് ഇപ്പൊ ശരിയാണ്. ഓക്കെയാണ്, അങ്ങനെ പറഞ്ഞപ്പോ ഓക്കെയാണ്. അല്ലാതെ വെറുതെ സെന്റൻസ് പൂർത്തിയാകാതെ മാതാജി ജീവാത്മാവും പരമാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് മനസ്സിലാകും? ഇപ്പൊ ഓക്കെയാണ്, ശരിയാണ്. ഓക്കെ, അടുത്തത് ഏതാണ്? 29. മായാവാദികളുടെ ഏത് സിദ്ധാന്തത്തെയാണ് ഭഗവാൻ അംഗീകരിക്കാത്തത്? അവ്യക്തീയത ബ്രഹ്മം. അവ്യക്തീയത ബ്രഹ്മം. ഭഗവാന് രൂപമില്ല എന്ന സിദ്ധാന്തം. ശേഷം ജീവാത്മാവ് മായയുടെ മൂടുപടം നോക്കി അവ്യക്തഗത ബ്രഹ്മത്തിൽ ലയിക്കുകയും തന്റെ വ്യക്തിത്വത്തിന് അറുതി വരുത്തുകയും ചെയ്യും എന്നുള്ള ആ ഒരു സിദ്ധാന്തമാണ്. അതായത് മായാവാദികളുടെ ഈ സിദ്ധാന്തത്തെ ഭഗവാൻ അംഗീകരിക്കുന്നില്ല. അത് ഭാവാർത്ഥത്തിൽ അതുപോലെ എഴുതിയിരിക്കുന്നത് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. മുക്തിക്ക് ശേഷം നമ്മളുടെ മോക്ഷം അല്ലെങ്കിൽ മുക്തി, മായാവാദികൾ എന്താണ് വിചാരിക്കുന്നത്? ജീവാത്മാവ് മായയുടെ മൂടുപടം നോക്കി അവ്യക്തകൃത ബ്രഹ്മത്തിൽ ലയിക്കുകയും തന്റെ വ്യക്തിത്വത്തിന് അറുതി വരുത്തുകയും അതോടുകൂടി തന്റെ വ്യക്തിഭാവം തീർന്നു എന്നാണ് മായാവാദികൾ വിചാരിക്കുന്നത്. അവ്യക്തിഗത ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ ഒരു പ്രകാശമല്ലേ, രൂപമില്ലാത്ത ഒരവസ്ഥയാണ് അവരെ ആശ്രയിക്കുന്നത് അല്ലേ. അതിലങ്ങ് ലയിച്ചു കഴിഞ്ഞ് പിന്നെ ആ വ്യക്തിത്വത്തിന് അറുതി വന്നു, അതോടുകൂടി തീർന്നു എല്ലാം എന്നാണ് ഇവരുടെ വിചാരം. അതിലങ്ങ് ലയിച്ചു. പരമാത്മാ ആ സ്വരൂപത്തില് ഭഗവാന്റെ അവ്യക്തിഗത ബ്രഹ്മത്തിൽ അങ്ങ് ലയിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വരൂപം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട് മായാവാദികൾക്ക്. അത് ഭഗവാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇതുമായിട്ട് സിമിലർ ആയിട്ട് എഴുതിയ ആൾക്കാർക്ക് മാർക്ക്, അല്ലാതെ ഉള്ളവർക്ക് 1/2 മാർക്ക്, അല്ലാതെ തീരെ എതിരഭിപ്രായം ഉള്ളവർക്ക് 0. നിരാകാരം എഴുതിയത് പ്രഭു. മായാവാദികളുടെ നിരാകാരം എന്ന് എഴുതിയാൽ അത് നിരാകാര ബ്രഹ്മമാണ്. പക്ഷെ അത് അങ്ങനെ എഴുതിയാൽ അത് ശരിയാകില്ല മാതാജി. അടുത്തത് 30. ഭഗവത്ഗീതയ്ക്കുള്ള പ്രാധാന്യം എപ്പോൾ നഷ്ടമാകും? ഭഗവത്ഗീതയ്ക്കുള്ള പ്രാധാന്യം എപ്പോൾ നഷ്ടമാകും? ഒരിക്കലും നഷ്ടമാവുന്നില്ല. കൃഷ്ണനെ നമ്മളൊരു സാധാരണ മനുഷ്യനായി കാണുന്ന പക്ഷം, പല വിവർത്തകരും എന്താണ് കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് കണ്ടിട്ടാണ് വിവർത്തനം എഴുതുന്നത് അല്ലേ. അപ്പൊ പിന്നെ ഈ ഭഗവത്ഗീതയുടെ ആ ഒരു പ്രാധാന്യം എന്താണുള്ളത്? ഭഗവത്ഗീതയുടെ പ്രാധാന്യം പോകും. ഇതൊരു കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ബുക്ക് എന്നുള്ള രീതിയിൽ കാണത്തില്ലേ. കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനായി കണ്ടുകൊണ്ട് ഭഗവത്ഗീത
നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാകുമോ? കാര്യം ഇത് സർവ്വതും ഭഗവാൻ ഇത്രയും കഴിവുള്ള വ്യക്തിയാണ്. ഭഗവാൻ ഒരു നോട്ടത്തിൽ തന്നെ എന്താണ് ആ ഒരു സൈന്യത്തിനെ അതിനെ മുഴുവൻ നശിപ്പിച്ച് അർജുനന്റെ രക്ഷപ്പെടുത്തായിരുന്നു അല്ലേ? ഭഗവാൻ ആ ഒരു നിയമാവലിയിൽ ഉൾപ്പെട്ട് യുദ്ധം ചെയ്യില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ ആ ഒരു ഗീതയൊക്കെ ഉപദേശിച്ചു കൊടുത്ത് നമ്മളുടെ കർത്തവ്യം ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ച് ഭഗവാൻ ഈ അവതാരം തന്നെ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലേ? അപ്പം ഭഗവാന്റെ ആ ഒരു പൂർണ്ണ പരമദിവ്യോത്തമ പുരുഷത്വം നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ പ്രവർത്തിച്ചാൽ, ഒരു മനുഷ്യനായിട്ടാണ് ഭഗവാനെ നമ്മൾ കാണുന്നതെങ്കിൽ ഭഗവത്ഗീതയുടെ പ്രാധാന്യം അപ്പോൾ നഷ്ടമാകും. പിന്നെ ഈ ഭഗവത്ഗീതയ്ക്ക് എന്താണ് ഒരു മഹത്വം ഉള്ളത്? ഒരു മനുഷ്യനോട് പറയുന്ന ഇതിനെ എന്താണെന്ന് ഒരു അതിനകത്തൊരു പൊട്ടൻസി എന്തായിരിക്കുന്നത്? അതിനകത്തൊരു പൊട്ടൻസി ഇല്ല, ജീവനില്ല. അതിനകത്ത് പൊട്ടൻസി വരണമെങ്കിൽ എന്താണ്? അവിടെ ഭഗവാൻ എന്നുള്ള ഇത് വരണം. ഭഗവാൻ എന്തും ചെയ്യാനുള്ള കഴിവുള്ള ആളാണ് അല്ലേ? ആ ഒരു ഭഗവാൻ പറയുന്ന വാണി ആയതുകൊണ്ടാണ് അത് ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നത്. ഏതൊക്കെ ആൾക്കാർ എത്രയൊക്കെ വികലമാക്കി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത, എന്നും എവർ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട്. അത് ലൈവാണ്, എവർ ഫ്രഷ് ആണ്. ഹരേ കൃഷ്ണ. ഇനി ഓരോരുത്തരുടെയും മാർക്ക് ചോദിക്കുവാണ്. എല്ലാവരും ഒന്ന് കൂട്ടിയിട്ട് ഒരു 2 മിനിറ്റ് സമയം തരാം. എല്ലാവരും ഒന്ന് കൂട്ടിയിട്ട് വെക്കാം. നമ്മൾ 30 ചോദ്യം കഴിഞ്ഞു. എല്ലാവർക്കും ഓരോരോ സന്തോഷച്ചിരിയൊക്കെ വരുന്നുണ്ട്. ചിലർക്ക് അപ്രത്യക്ഷമായോ എന്ന് സംശയമുണ്ട്. 9, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, എന്തേലും ഉണ്ടാക്കാം. 16, 18, എന്തേലും ഉണ്ടാക്കാം. 19, 20. 16. അപ്പൊ ഞാൻ ഓരോരുത്തരായിട്ട് ചോദിക്കാം. കാര്യം എല്ലാം ശരിയായവർ എത്ര പേരുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ക്ലാസ് കഴിഞ്ഞു. നമ്മൾ ഇന്നൊരു പ്രശ്നോത്തരിയായിരുന്നു. ഇപ്പൊ അതിന്റെ അവസാനം ഇപ്പൊ ഇവരെല്ലാവരും പ്രശ്നത്തിലിരിക്കുകയാണ്. പ്രഭു വന്നാറിന് എല്ലാവർക്കും സന്തോഷമായി. അപ്പൊ ഇനി പ്രഭു കേട്ടിരുന്നോളൂ. എല്ലാവരുടെയും സന്തോഷം അവർ ഷെയർ ചെയ്യും. ഞാൻ എല്ലാവരുടെയും മാർക്ക് ചോദിക്കുവാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഓരോരുത്തരോടും ചോദിക്കാം. കാര്യം മുഴുവൻ ശരിയായത് എത്ര പേരുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇട്ട പോലെ. കാര്യം എനിക്ക് മനസ്സിലായി മുഴുവൻ ശരിയായവർ ആരെ തന്നെ കാണില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും വിളിക്കാം. അവരവരുടെ മാർക്ക് പറയാ. എന്റെ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ വിളിക്കാം. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. 20. ഹരേ കൃഷ്ണ മാതാജി. ഗീതാ മാതാജിക്ക് 20 മാർക്ക്. ഹരിബോൾ. ഹരേ കൃഷ്ണ മാതാജി നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നു. കൃഷ്ണകുമാരി മാതാജി 14. 14. ഹരിബോൾ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി 18. 17. 18. 18. രതിദേവി മാതാജി മൈക്ക് ഓൺ ആക്കിയിട്ട് പറയൂ. 24. ഹരിബോൾ. രതിദേവി മാതാജി 24. 5. സബിത മാതാജി 11.5. 11. ഹരേ കൃഷ്ണ. ഒന്നും പ്രിപ്പയർ ചെയ്യാതെ മാതാജിക്ക് ഇത്രയും കിട്ടിയല്ലോ. വളരെ റിയലി അപ്രീഷിയേറ്റ്. വായിച്ചതായിരുന്നു പ്രഭുജി, പക്ഷെ ഒന്നും ഓർത്തെടുക്കാൻ പറ്റിയില്ല. അതെ അല്ലേ? സാറേ ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് ആയല്ലോ അത് എങ്ങനെയാണെന്നുള്ളത് അല്ലേ? അതെ ഫസ്റ്റ് ടൈം ആണ് ഇതുപോലെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. നമ്മുടെ ഇത്രയും ഡിസ്കഷൻ ഒക്കെ കണ്ടല്ലോ. ഇപ്പൊ മാതാജിക്ക് ഏകദേശം ഐഡിയ പിടികിട്ടി കാണും. അതെ. ഓക്കെ. അടുത്തത് ജ്ഞാനാംബിക മാതാജി. 19 ഉള്ളു പ്രഭു. മാതാജിക്ക് 25 കൂടുതൽ കിട്ടുമെന്ന് മാതാജി പറഞ്ഞല്ലേ? അതെ പറഞ്ഞു. ഒരിക്കലും ഇനി അങ്ങനെ പറയില്ല. ഹരേ കൃഷ്ണ. ശിബി മാതാജി 15 പ്രഭുജി. ഹരേ കൃഷ്ണ 15 മാർക്ക്. ഇനി അടുത്തത് സുജന മാതാജി. എനിക്ക് 4 എണ്ണത്തിന് അരമാർക്കായിപ്പോയി, അതുകൊണ്ട് 15. 15. ഹരിബോൾ. ഹരേ കൃഷ്ണ. 4 എണ്ണത്തിന് അരമാർക്ക്. കുഴപ്പമില്ല മാതാജി. ഹരേ കൃഷ്ണ. അതുപോലെ അപർണ മാതാജി അല്ല, വിദ്യാ മാതാജി 12. 12. അടുത്തത് ഹരേ കൃഷ്ണ രാധിക മാതാജി 18. ഹരിബോൾ. അടുത്തത് 11 പൊന്നമ്മ മാതാജി 12.
12 12. 12 ഹരേ കൃഷ്ണ. അടുത്ത മാധവി രാധാ മാതാജി 10. ഹരേ കൃഷ്ണ ഹരി ബോൾ. മാതാജി ഒന്നും വായിച്ചില്ലേ? ഇല്ല, സമയം കിട്ടിയില്ല. ഉറങ്ങിപ്പോയി. ശിവരാത്രി വ്രതമൊക്കെ ആയിപ്പോയി. ഉറക്കമായി. പരീക്ഷയുടെ തലേദിവസം പഠിക്കാനായിട്ടിരുന്നു, അതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ. കുഴപ്പമില്ല. ഭാരതി മാതാജി 16. 16 ഹരി ബോൾ. അടുത്തത് ശ്രീരഞ്ജിനി മാതാജി 23:30. 23:30 ഹരി ബോൾ. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ഇതിനകത്ത് വിജയെ തീരുമാനിക്കാം. 24 മാർക്കോടുകൂടി രതി ദേവി മാതാജി ഫസ്റ്റ് പ്രൈസ്. എല്ലാവർക്കും മാതാജിക്ക് ഒരു ഹരി ബോൾ പറയാം. ഹരേ ഹരിബോൾ കൃഷ്ണ. ഹരി ബോൾ ഹരി ബോൾ. ഇനി അടുത്തത് ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി തൊട്ട് പിന്നില് 23:30 രണ്ടാം സ്ഥാനം. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് ഗീതാ മാതാജി മൂന്നാം സ്ഥാനത്ത് 20 മാർക്കോടുകൂടി. ഗീതാ മാതാജി മൂന്നാം സ്ഥാനത്ത് 23 അല്ല 20. ഇനി അടുത്തത് നാലാം സ്ഥാനം 18 മാർക്കോടുകൂടി. അയ്യോ ഞാനുണ്ട് 19. 19 ജ്ഞാനാംബിക മാതാജി 19.5 മാർക്കോടുകൂടി ജ്ഞാനാംബിക മാതാജി. അപ്പം 4 സ്ഥാനക്കാരെയും നമ്മൾ നിർണയിച്ചു. അപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, നമ്മള് ഭാവാർത്ഥം വായിച്ചപ്പോൾ നമുക്കുണ്ടായ ആ ഒരു അതില് എന്താണ് കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുത്തില്ല. നമ്മളിങ്ങനെ വെറുതെ വായിച്ചു വിട്ടു. ഇപ്പൊ ഓരോ ചോദ്യം വന്നപ്പോഴും നമുക്ക് മനസ്സിലായി കാണുമല്ലോ. വായിച്ചിട്ടേ ഇല്ല. വായിച്ചിക്കാച്ചാ വിട്ടുപോയി. വായിച്ചില്ല. വായിച്ചിട്ടേ എന്താ ഇല്ല. പറ്റിപ്പോയി. ഞാൻ മല്ലിക മാതാജി അത് വായിച്ചിട്ടേ ഇല്ല. നമ്മൾ ഭാവാർത്ഥം വായിച്ചപ്പോൾ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും അത് പറ്റിയത്. ആ ഭാവാർത്ഥത്തിന് ഇല്ല, അതിന് മാത്രം സംഭവങ്ങൾ കുത്തി നിറച്ചിരിക്കുകയാണ്. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് എഴുതി പഠിപ്പിക്കേണ്ട, എന്റെ സമയ പരിധി എല്ലാം കൂടെ കൂടി കൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷെ ഇത് ഒരു 100 ചോദ്യം ഇടാനായിട്ടുള്ള ഈ 12 ശ്ലോകത്തിൽ നിന്ന് ഒരു 100 ചോദ്യമെങ്കിലും ഇടാനുള്ള അതിന് മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത്ര ഇട്ടുള്ളൂ. നമുക്കിപ്പോ തന്നെ 2 മണിക്കൂർ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ പോരായ്മകൾ എല്ലാവരും മനസ്സിലാക്കുക, എവിടെയാണ് നമുക്ക് പാളിച്ച വന്നത്. ഇനി ചിലപ്പം അടുത്ത ആഴ്ച ഒരു ക്ലാസ് ആയിരിക്കാം. ചിലപ്പോൾ എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. കാര്യം നമ്മൾ ഒരുപാട് ശ്ലോകം ഇപ്പൊ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 35 അവിടെ വരെ കണ്ടായില്ലേ? അപ്പൊ അവിടം വരെ എത്തിയിരിക്കുന്നു. അപ്പം ഈ ശ്ലോകങ്ങളുടെ റിവിഷൻ എടുത്ത് പോയിട്ടില്ല എങ്കിൽ നമുക്ക് എന്താണ് എല്ലാം അങ്ങ് മറന്നുപോകും. കാര്യം നമ്മള് എന്താണ് മായയിലാണ് ജീവിക്കുന്നത്. 38. 38 ആയി. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്താണ് അത്രയും ശ്ലോകങ്ങൾ അങ്ങ് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആത്മാവിനെ പറ്റിയുള്ള പഠനം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ടോപ്പിക്കിലേക്ക് ഭഗവാൻ നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി ആത്മാവിനെ പറ്റിയുള്ള കംപ്ലീറ്റ്ലി ഉള്ള കാര്യങ്ങളിലേക്ക് ഇനി കിടക്കുവാണ്. ഇപ്പൊ കാർപ്പണ്യദോഷമൊക്കെ കഴിഞ്ഞ് 12ാമത്തെ ശ്ലോകം വരെ എത്തിയിട്ടുള്ളൂ. അതിന് ബാക്കി ശ്ലോകങ്ങൾ നിങ്ങൾ പഠിക്കുക. എനിക്ക് ചോദ്യം എഴുതാനായിട്ട് പറ്റുമെന്ന് ഇപ്പൊ പെരുന്നാളിന്റെ ഒക്കെ അവധി തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ എത്ര 7 മണിക്കൂറാണ് ജോലിയുള്ളൂ ഒരു ദിവസം. അത് കഴിഞ്ഞ് ബാക്കി സമയം നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതാൻ തന്നെ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ നോക്കി വെച്ചേക്ക്. അടുത്ത ആഴ്ചയിലും ഒരു പ്രശ്നോത്തരി തന്നെ ആകാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇപ്പോഴേ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഒന്ന് നോക്കി വെച്ചേക്കുക. ശ്ലോകങ്ങളിലെ ഭാവാർത്ഥം തറവായിട്ട് പുറത്തുനിന്ന് ചോദ്യങ്ങൾ വളരെ കുറവായിരിക്കും, അതിൻ്റെ ഉള്ളിലുള്ളത് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യം വായിച്ചു നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് അടിവര ഇട്ട് വെക്കുക. പിന്നീട് അത് റിവൈസ് ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. നമ്മൾ ആ അടിവരയിട്ട ഭാഗം മാത്രം നോക്കി പോയാൽ മതി. അപ്പം അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ റിവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടു, അല്ലെങ്കിൽ എത്ര പേർക്ക് ഇത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ നാണക്കേടായോ, അല്ലെങ്കിൽ ഞാൻ ഒന്നും നോക്കിയില്ല എന്നൊക്കെ തോന്നി? ഓരോരുത്തർ അവരുടെ അഭിപ്രായം പറയാ. ഗീതാ മാതാജി നാണക്കേട് എന്തിനാ? ഹരിബോൾ. പിന്നെ വേണ്ടാന്നുമില്ല, പക്ഷെ വേണ്ട പോലെ പ്രിപ്പയർ ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ ഞാന്. അപ്പൊ ഇങ്ങനെ നടത്തുന്നോണ്ട് എന്താണ് അഭിപ്രായം? ഞാൻ അറിഞ്ഞില്ല. നടത്തുന്നോണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്നുണ്ടോ? 2 ദിവസം മുന്നേ പറ്റിപ്പോയേ.
ഞാൻ ഒരാളോട് ചോദിക്കുമ്പോൾ അവർ മാത്രം പറയും. എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കേൾക്കാൻ പറ്റില്ല. ശ്രദ്ധിക്കാൻ ഓരോരുത്തരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ലീവ് ചെയ്യാം കേട്ടോ. ഓരോരുത്തരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലീവ് ചെയ്യാൻ സമയം ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ലീവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇനി ആരെയും പിടിച്ചിരുത്തുന്നില്ല. അപ്പം ഗീതാ മാതാജി ഇങ്ങനെ നടത്തിയെങ്കിലേ ഇതുകൊണ്ടുള്ള പ്രയോജനം കിട്ടത്തുള്ളൂ. നമ്മളോ ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിലല്ലേ ഓർത്തിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ ഉള്ളൂ. ഹരേ കൃഷ്ണ. റിവൈസ് ചെയ്തെങ്കിലേ മനസ്സിൽ പതിയത്തുള്ളൂ. ഹരേ കൃഷ്ണ. ഹരിപോൾ. നല്ല റിയലൈസേഷൻ. കൃഷ്ണകുമാരി മാതാജി. പ്രഭു നല്ലതാണ്, പക്ഷെ ഓർമ്മ കിട്ടാത്തത് കൊണ്ടുള്ള വിഷമം. അതെ അല്ലേ മാതാജിക്ക് ഇപ്പൊ ഓർമ്മ ഉണ്ടാകാനായിട്ട് ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാനോട് പ്രഭു ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. എനിക്ക് തീർച്ചയായിട്ടും അതുപോലെ ഒന്ന് തീർച്ചയായിട്ടും ജപിക്കുമ്പോഴാണ് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല പ്രഭു. അതെ അല്ലേ ജപിക്കുമ്പോ പല ചിന്തകൾ ഇങ്ങനെ അങ്ങ് പോകും. തീർച്ചയായിട്ടും അത് ഒന്നാമത് മാതാജിയുടെ ആ ഒരു ആദ്യമൊക്കെ അസ്വസ്ഥതകൾ കൊണ്ടാണ്, ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ടാണ്. അത് എത്രയും പെട്ടെന്ന് ഒന്നാമത് അത് മാറും. നാളെയൊക്കെ ജപിക്കുന്നുണ്ട്, 4 മണിക്ക് എഴുന്നേറ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനുള്ള ഇത് കിട്ടുന്നില്ല മനസ്സിന്. വളരെ വൈകാതെ തന്നെ ഇതെല്ലാം ശരിയാകും മാതാജി. ഭഗവാനെ ആശ്രയിക്കുക. അതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകും. ഹരിബോൽ. ഹരേ കൃഷ്ണ മാതാജി. മല്ലിക മാതാജി. ഇങ്ങനെ ഒരു പിന്നെ പ്രശ്നത്തിന് നല്ലതാ പ്രഭു. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയാച്ച 4-5 ആഴ്ചയായി ഞാൻ ഇവിടെ അറ്റൻഡ് ചെയ്തിട്ട്. അപ്പൊ ഇന്ന ഞാൻ നേരത്തെ സന്ധ്യക്ക് എടുത്ത് നോക്കിയത്. അപ്പഴാ പ്രശ്നത്തിന്റെ കാര്യം അറിഞ്ഞത്. അതുകൊണ്ട് എനിക്കൊന്നും വായിക്കാനേ കഴിഞ്ഞില്ല, മറന്നുപോയി ഒക്കെ. അതെയോ? അതാ പ്രശ്നത്തിന് എപ്പോഴും നല്ലതാ. കാരണം നമുക്ക് റിവൈസ് ചെയ്യാനും പിന്നെ ഓരോരോരോന്ന് ചോദിച്ച ഉത്തരവ് ഇടയ്ക്ക് പറയാനൊക്കെ നല്ലതാ. അതെയല്ലേ നമ്മൾ വെറുതെ പഴയ ഇരിക്കാനാ സ്കൂളിലേക്ക് തിരിച്ചു പോയ ഓർമ്മ തോന്നുന്നുണ്ടോ മാതാജിക്ക്? പഴയ സ്കൂൾ കാലഘട്ടത്തിലേക്ക്. ഹരേ കൃഷ്ണ. അടുത്ത രതിദേവി മാതാജി. പ്രശ്നോത്തരി നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ദാ ഇങ്ങനെയാണ് ഓരോ ഭാവാർത്ഥത്തിലെയും പോയിന്റുകളെല്ലാം എഴുതി വെക്കുക. എന്നിട്ട് അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ തന്നെ ചോദ്യം ഉണ്ടാക്കുക, പഠിക്കുക. അല്ലാതെ ഓർമ്മ നിൽക്കൂല. എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. ഹരിബോൽ. ഹരേ കൃഷ്ണ. അപ്പൊ മാതാജി ഒരു ടീച്ചറായിരുന്നു. അതുകൊണ്ട് മാതാജിക്ക് അതിൻ്റെതായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ മാതാജിയുടെ ഗൈഡൻസ് സ്വീകരിക്കുക. മറ്റേ മാതാജി പറഞ്ഞ ഓർമ്മയും നിൽക്കൂല. പല പ്രാവശ്യം വായിക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് മാതാജി പറഞ്ഞ ഈ ശിവരാത്രിയായിട്ട് അന്നത്തെ ഉറക്കൊഴിവത്തോടുകൂടി അതുവരെ പഠിച്ചതെല്ലാം മറന്നു. ഇന്നലെ ഇന്നൊക്കെ ഉറക്കമില്ലാതിരുന്ന് വായിച്ചതാണ്. അപ്പൊ വായിക്കുമ്പോ അത് കൂടുതൽ വായിക്കാൻ ഇഷ്ടമാണ്. കൂടുതൽ വായിക്കുക സന്തോഷമാണ്. അത് വായിക്കുകയും എന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കുന്നതും പഠിക്കുന്നതൊക്കെ വളരെ സന്തോഷം. പിന്നെ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മുമ്പേ മാതാജി വന്നില്ലേ, മാതാജിമാർ അവര് കിട്ടുന്ന സമയത്തിന് വരും. ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് വായിക്കും. അറിയാവുന്ന കഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇതുപോലെ അറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അങ്ങനെയൊക്കെ പറഞ്ഞും മിക്സൊക്കെ ഉള്ള ഓർമ്മയെന്നാണ് എഴുതുന്നത്. വളരെ നല്ലതാണ്, സന്തോഷം. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. അടുത്ത സബിത മാതാജി. ആദ്യമായിട്ടുള്ള അനുഭവമാണ്, എങ്ങനെ തോന്നി? നല്ലത് തന്നെയാ പ്രഭു. ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ ഫസ്റ്റ് ശ്ലോകം നമ്മള് പ്രഭുജി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യുന്നില്ലല്ലോ. പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുവാണല്ലോ. ഇതാവുമ്പോ നമ്മൾ വീണ്ടും അതിങ്ങനെ റിവൈസ് ചെയ്ത് നല്ലതായിട്ട് തന്നെയാണ് അഭിപ്രായമുള്ളത്. ഓപ്ഷൻസ് തന്നതിലെല്ലാം എനിക്ക് റൈറ്റ് ആയിരുന്നു. നമ്മൾ സ്വന്തമായിട്ട് എഴുതേണ്ടി വന്നതിലാണ് മാർക്കെല്ലാം പോയത്. ഹരേ കൃഷ്ണ. അപ്പൊ മാതാജിക്ക് മനസ്സിലായല്ലോ എവിടെയാണ് പറ്റിയത്. പാകപ്പിഴപ്പ് അടുത്ത പ്രാവശ്യം അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കാം. മാതാജി. ഹരേ കൃഷ്ണ. ഞാൻ അഭിയ മാതാജി ഒരുപാട് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അത് അവസാനം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയോ മാതാജിക്ക്? തോന്നി. കാരണം നമ്മള് ഉദ്ദേശിച്ചതല്ല ഇത്. ഞാൻ പറഞ്ഞില്ലേ, പാർത്ഥൻ എഴുതാൻ പോയത് പോലും പൃഥുന്ന് എഴുതി വെച്ചത്. അതൊക്കെ ആര്യന്മാർക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഓവർ കോൺഫിഡൻസ് പാടില്ല ഒരിക്കലും. അതെ. ചിലപ്പോ ഇങ്ങനെ യാദൃശ്യമായിട്ട്, വളരെ യാദൃശ്ചികമായിട്ട് നമുക്ക് വളരെ പ്രതീക്ഷയായിരിക്കും. പലർക്കും എക്സാം എഴുതാൻ പോകുമ്പോഴാണ്, ചിലർ എക്സാം എഴുതാൻ പോകുമ്പോഴും ഉണ്ട്. ഞാനും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളതാണ് പലപ്പോഴും സ്കൂളിൽ വെച്ചിട്ടൊക്കെ. ആ സമയത്ത് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും, പക്ഷെ മാർക്ക് വരുമ്പോ അത്ര ഇല്ല. അങ്ങനെ വരാറുണ്ട്. അപ്പൊ ഇത് വളരെ യാദൃശ്ചികമാണ്. ഇനി നമുക്ക് പൂർവാധികം ശക്തി ആർജിച്ച് നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഓക്കെ മാതാജി. ഹരി ബോൽ. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എന്നോടാ? അതെ. അല്ല
പ്രശ്നോത്തരി ആകുമ്പോൾ ഞാൻ ചിലതൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു വിട്ടതായിരുന്നു. പക്ഷെ പ്രശ്നോത്തരി വന്നേരാണ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് ഇപ്പം മനസ്സിലായി. ചിലതൊക്കെ അങ്ങ് വിട്ടതായിരുന്നു, അത് ഇമ്പോർട്ടന്റ് ആണെന്ന് ഇപ്പം മനസ്സിലായി. അതായത് പിന്നെ കുറച്ച് കൺഫ്യൂഷൻ ആയിപ്പോയി, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ പരാശര മുനിന്റേത്. ആ മോളിലാണത്, ഏറ്റവും മോളിലാണ് വേദവ്യാസന്റെ പിതാവായ പരാശര മുനി. പക്ഷെ ആ താഴെയുള്ള കിട്ടിയില്ല. അതെ, ആ മുകളിലുള്ള, അതെ അതിന് താഴെയുള്ള അത് ഒരു ഐഡിയ കിട്ടിയില്ല. എനിക്ക് ഓർമ്മയുണ്ട് 6 എണ്ണം ഉണ്ട് എന്നറിയാം, പക്ഷെ അത് കിട്ടിയില്ല. അതുപോലെ തന്നെ എളുപ്പമുള്ളതാ മറ്റേതും. കൃഷ്ണൻ ഏത് വേഷത്തില് നമുക്ക് ഭക്തി അത് അറിയായിരുന്നു, പക്ഷെ അത് ആ സമയത്ത് കിട്ടിയില്ല. അതിൽ പ്രശ്നമല്ലോ. അത് ഞാൻ അത്ര ഇതാക്കി വെച്ചിട്ടില്ലായിരുന്നു. നല്ല ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. രാധിക മാതാജിക്ക് ലീവ് ചെയ്യേണ്ടായിരുന്നു, അതിന് മാതാജി ആദ്യം വിളിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വളരെ നല്ലതാണ് ടെസ്റ്റ് വെക്കുന്നോണ്ട് നമുക്ക് ആ പഠിച്ചത് ഒന്നും കൂടി റിവൈസ് പറഞ്ഞുള്ളത്. പക്ഷെ ചിലതൊക്കെ മറന്നു പോണു പ്രഭു. അതാണ് ഇപ്പൊ ആ കൃപണൻ പറഞ്ഞത് ഞാൻ വായിച്ചതായിരുന്നു, പ്രഭു പറഞ്ഞപ്പോഴാണ് അയ്യോ എനിക്ക് അത് കിട്ടിയില്ലല്ലോ എഴുതാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിലതൊക്കെ. അതെ അല്ലേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിനെയൊക്കെ നമുക്ക് ഈ പരാജയങ്ങളൊക്കെ അർജുനുണ്ടായ പോലെ ഈ മാനസികാവസ്ഥയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ സധൈര്യം മുന്നോട്ട് പോകും. അടുത്ത വെള്ളിയാഴ്ച കാണാം മാതാജി. മാതാജി പോരടിക്കുക, പോർക്കളത്തിൽ ധൈര്യമായിട്ട് ആയുധം എടുക്കുക. അത് നമുക്കിപ്പോ എല്ലാം നിന്നും വരില്ലല്ലോ പ്രഭു. ചിലപ്പോക്കെ നമുക്ക് കുറെ തെറ്റുകൾ വരും, ചിലപ്പോ നല്ല ഓർമ്മ വരും, അങ്ങനെ ഓരോ സമയത്ത്. അതെ. ഹരേ കൃഷ്ണ. സുജന മാതാജി. മാതാജി മൈക്ക് ഓൺ ആക്കിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നോത്തരി ഇങ്ങനെ ഇടുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഈ പേരും പറഞ്ഞ് നമുക്ക് വളരെ ടഫായിരുന്ന ഒരു സമയമായിരുന്നു ഈ ഒരാഴ്ച. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു, കുറച്ചൊക്കെ വായിക്കാൻ പറ്റി. വായിച്ചത് കുറെയൊക്കെ എഴുതാൻ പറ്റി. പക്ഷെ ക്വസ്റ്റ്യൻ കേട്ടപ്പോ വളരെ ടഫായിട്ട് തോന്നി. ഞാൻ വിചാരിച്ചൊരു 4-5 മാർക്ക് കിട്ടുമെന്ന്. പക്ഷെ അതിൽ തന്നെ നമ്മൾ മനസ്സ് കൊടുത്ത് അത് എഴുതിയപ്പോ, നമ്മൾ ഓരോന്ന് സ്മരിച്ച് എഴുതിയപ്പോ ഇത്രയും മാർക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 15.5 കിട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് 2.5 മാർക്ക് പോയി, 1/2 മാർക്ക് വീതം വന്നത്. അങ്ങനെ. പക്ഷെ നല്ലത്, വളരെ നല്ലതാണ്, ഇങ്ങനെ ചെയ്യണം. ഹരിബോൾ. ഹരേ കൃഷ്ണ. നല്ല റിയലൈസേഷൻ, വളരെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ പോലെ തോന്നി എനിക്ക്. ഹരിബോൾ. ഹരേ കൃഷ്ണ. അപർണ മാതാജി. ഹരേ കൃഷ്ണ. അപർണ മാതാജി. അപർണ മാതാജി. വിദ്യ മാതാജി. മൈക്ക് ഓണാക്കൂ. ഞാനും ഇതേപോലെ ആദ്യമായിട്ടാണ് എഴുതുന്നത്. ഞാനും കുറച്ച് ക്വസ്റ്റ്യൻസും ഇതൊന്നും അങ്ങനെ ഇതേപോലെ എഴുതിയൊക്കെ വെച്ച് കുറച്ചൊക്കെ കിട്ടിയിരുന്നു. ലാസ്റ്റ് ഒന്ന് നോക്കി ലാസ്റ്റ് എത്തിയില്ലായിരുന്നു. അതെ അതെ. മാതാജി ഇടയ്ക്കൊക്കെ ക്ലാസ്സിൽ വരാറും ഇല്ലായിരുന്നു, തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പൊ എന്നാലും മാതാജി പങ്കെടുത്തു. അപ്പം ഇപ്പം പറ്റിയ പോരായ്മകളൊക്കെ മനസ്സിലാക്കിയിട്ട് അടുത്ത ഇതിൽ നമ്മൾ യുദ്ധം ചെയ്യാൻ തന്നെ തയ്യാറാകുക അല്ലേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാധവി രാധാ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പഠിക്കാനുള്ള സമയമൊന്നുമില്ല. ഈ വെള്ളിയാഴ്ച എടുത്തു കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയാണ് പിന്നെ ഈ ബുക്കൊക്കെ കയ്യിലെടുക്കുന്ന. സമയമില്ല വീട്ടില്. അതെല്ലേ. സമയമില്ല. ഒന്നാമത് സമയമില്ല, രണ്ടാമത് ഉച്ചശേഷം പിന്നെ ഉറക്കമാണ്. വെളുപ്പിനെ എണീക്കുന്നത് കൊണ്ട് ഉറക്കത്തിന്റെ അതുകൊണ്ട് എനിക്ക് ഒരു രക്ഷയില്ല. ഈ പഠിക്കാൻ വായിക്കണമെന്ന് ഇഷ്ടമുണ്ട്, പക്ഷെ വായിക്കാൻ ബുക്ക് എടുക്കുമ്പോ ഉറക്കം വരും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ ഇപ്പൊ 2 ആഴ്ച എനിക്ക് ഭയങ്കര ജലദോഷവും ചുമയും, അങ്ങനെ വലിയ ബുദ്ധിമുട്ടിപ്പ. സാരില്ല മാതാജി, നമ്മളിപ്പം ഇത്രയും പേരുടെ റിയലൈസേഷൻ കേട്ടില്ലേ മാതാജി. അപ്പൊ ഒരു ചലഞ്ച് ആയിട്ട് എടുക്കുക. അടുത്ത ആഴ്ചയിൽ വിഷമമുണ്ട്, ഇത്രയൊക്കെ പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പൊ അത് മാതാജി എന്താണ് അർജുനന് സംഭവിച്ച പോലെ ആ ഒരു ഇത് മാതാജിക്ക് ഉണ്ടാകരുത്. അപ്പൊ അർജുനൻ ഭഗവാനിൽ നിന്ന് ഉപദേശം കേട്ട് അർജുനൻ എന്താണ് ആയുധം എടുത്ത് യുദ്ധം ചെയ്യാനിട്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ മാതാജി ഇത് പൂർണ്ണമായിട്ടും ഭഗവാന്റെ ശാസ്ത്രം മനസ്സിലാക്കണം, പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് വരിക. അപ്പം മാതാജിക്ക് വിജയം സുനിശ്ചിതമാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഭാരതി മാതാജി.
ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ ഞാൻ കൃഷ്ണ. പ്രശ്നോത്തരി നല്ലത് തന്നെയാണ്. എനിക്ക് നല്ലോണം വായിക്കുന്ന കൂട്ടത്തില്ല. പക്ഷെ ഈ ഭാവാർത്ഥം നല്ലോണം മനസ്സിരുത്തി വായിക്കണം. അത് ചെയ്തിട്ടില്ല ഞാൻ. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വായിച്ചത് അത്ര തന്നെയുള്ളൂ. പിന്നെ അതിരുന്ന് അങ്ങനെ വായിക്കലില്ല. പൊതുവെ അതെ. ഇങ്ങനെ എടുത്തത് വായിക്കുമ്പോ വിവർത്തനം മാത്രം വായിച്ച് അങ്ങനെ പോകും. ആഹാ. അങ്ങനെ ഉണ്ട്. അപ്പൊ ഭാവാർത്ഥം വായിക്കണ്ടായിരുന്നു നല്ലോണം. അതെ, നന്നായിട്ട് വായിക്കണം. ആ ഭാവാർത്ഥത്തിലാണ് അതിന്റെ പൊട്ടൻസി മുഴുവൻ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നമുക്കൊരു പക്ഷെ ഒരു 1-2 പ്രാവശ്യം വായിച്ചാൽ ഓർമ്മക്കുറിപ്പാണല്ലേ? എനിക്കൊന്നും പറ്റില്ല. ഹരേ അല്ല, കൃഷ്ണ. ഓർമ്മ വരുന്നില്ല. അത് കാരണം അപ്പൊ 1-2 പ്രാവശ്യം ഒന്നും വായിച്ചാൽ അത് ശരിയാവില്ല. ഈ പറഞ്ഞ പോലെ എഴുതണം. എഴുതിയാ എഴുതി കുറച്ചും വെക്കണം അല്ലെ? കൂടി ഒരു നോട്ട്സ് എഴുതി വെക്കണം. നോട്ട്സ്. ഹരേ കൃഷ്ണ. ഹരിബോൽ. അടുത്തത് നല്ലത് തന്നെയാണ് പ്രഭു. ഹരിബോൽ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ശ്രീരഞ്ജിനി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പരീക്ഷകൾ എപ്പോഴും നല്ലതാണ്, എന്നാലേ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുള്ളൂ. പക്ഷെ പരീക്ഷകളെല്ലാം പിന്നെ കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അടുത്ത പരീക്ഷകൾ. അതുകൊണ്ട് പരീക്ഷ ഉണ്ടെന്ന് ഉണ്ടെങ്കിലേ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുള്ളൂ. അത് ശരിയാണ്. പിന്നെ പറഞ്ഞ പോലെ പിന്നെ ഈ ഏജുകളിൽ ഉള്ള ഞങ്ങള് ഒക്കെ ഈ പറയുന്ന പോലെ ഓർക്കാനും ഒരു എക്സസൈസ് ആണ്, ബ്രെയിൻ എക്സസൈസ് ആണ്. പക്ഷെ എന്നാലും കുറെയൊക്കെ പറ്റും. അതെ അല്ലേ? നമ്മൾ നിരന്തരം പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളതായി തീരുമെന്ന് കേട്ട പോലെ ഒരു നമ്മള് പരീക്ഷയുണ്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കണം എന്നൊക്കെ തോന്നുമ്പോ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ ദേവി മാതാജി ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായും അതെ എല്ലാവർക്കും ഒരു തീർച്ചയായിട്ടും ആ ഓർമ്മ നമുക്ക് നിലനിൽക്കും. അതൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ, നോട്ട് പോലെ എഴുതി വെക്കുകയാണെങ്കിൽ ഓർമ്മയിൽ നിൽക്കും. വളരെ നല്ല കാര്യം അത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അടുത്ത പൊന്നമ്മ മാതാജി, മൈക്ക് ഓൺ ആക്കിയിട്ട് പറയൂ. പ്രഭുജി, ഞാനും ഇതുപോലെ ക്ലാസ് ഉള്ള ദിവസം വെള്ളിയാഴ്ച ഈ ടൈമിലും അത് മിക്ക ദിവസവും കാണത്തില്ല. ആ സമയത്ത് എടുക്കുന്നുള്ളൂ. അല്ലാത്ത മാതാജി എക്സിറ്റ് ആയി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? പറഞ്ഞോ മാതാജി. അല്ലേ പ്രഭുജി? കണ്ടിന്യൂ ചെയ്തോളൂ. ഇടയ്ക്ക് മാതാജി പുറത്ത് പ്രഭുജി അല്ല, ക്ലാസ്സുകളെ ഉണ്ടെങ്കിലേ നമുക്ക് ഓർമ്മ വരൂ. റിപ്പീറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് എന്തറിയാം എന്നുള്ള ഒരു ഇത് വരത്തുള്ളൂ. ഞാൻ ഇതുപോലെ ക്ലാസ്സിൽ ഇരിക്കുന്നേ ഉള്ളൂ, പിന്നെ വായിക്കാനുള്ള സമയം കിട്ടാറുമില്ല. അതുകൊണ്ടുള്ള കുഴപ്പമാണ്. വായിക്കണമെന്നൊക്കെ എപ്പോഴും വിചാരിക്കും, പക്ഷെ നടക്കാറുമില്ല. അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഇതിന്റെ കുറവുകളൊക്കെ പരിഹരിച്ചിട്ട് നമുക്ക് പിന്നെ ഇത്തവണത്തെ യാത്രയുടെ കൂടെ ആയത് കാരണം ഭയങ്കര ക്ഷീണമാണ്. അതെ, അപ്പം തീർച്ചയായിട്ടും അടുത്ത വെള്ളിയാഴ്ച ഇത് നമുക്ക് പരിഹരിക്കാം. അപ്പൊ മാതാജി നീ പരിശ്രമിക്കുക. ബാക്കിയുള്ള 12-13 മുതലുള്ള ശ്ലോകങ്ങളുടെ ഉണ്ടാകും. ശരിക്കും ഭാവാർത്ഥമൊക്കെ വായിച്ചൊരു നോട്ടൊക്കെ എഴുതി വെക്കുക. അതല്ല, രണ്ടാമത്തെ ചാപ്റ്റർ അല്ലേ? അതെ, രണ്ടാമത്തെ ചാപ്റ്റർ 13 മുതലുള്ള ശ്ലോകങ്ങൾ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കാം. ഹരേ കൃഷ്ണ. അടുത്തത് ഇനി ആരാണ് പറയാനുള്ളത്? ഇനിയിപ്പം എല്ലാവരും കവർ ചെയ്തു എന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഉഷാമണി മാതാജി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനു മുൻപേ നമുക്ക് വാഞ്ചാകൽപത സമയം അതിക്രമിച്ചിരിക്കുന്നതാണ്, നമുക്ക് സമർപ്പിക്കാം. അപ്പം അത് കഴിഞ്ഞ് മാതാജിയോട് സംസാരിക്കാം. വഞ്ചാകൽപത രൂപച്ച കൃപാസിന്ധു ഭേവച്ച പദാന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ ഹരേ കൃഷ്ണ.